السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅ അജയ്യമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ അത് ഏത് തരത്തിലുള്ള കക്ഷികളാണെങ്കിലും, യുക്തിവാദികളാണെങ്കിലും വഹാബികളാണെങ്കിലും കള്ളത്വരീഖത്തുകാരാണെങ്കിലും അവരുടെ എല്ലാം വാദങ്ങൾ ബാലിശമായിരിക്കും. പ്രാമാണികമായ ചർച്ചയിലേക്ക് കടന്നു വന്നാൽ അത്തരം പ്രാമാണിക ചർച്ചകളെ നേരിടാൻ കഴിയാതെ അവർ നിരായുധരായി പോകും. അങ്ങനെ നിരായുധരായി പോകുമ്പോഴാണ് അവർ കളവ് പറയുന്നത്. ആദർശം കൃത്യമായിട്ട് പറയാൻ ഇല്ലാതെ വരുമ്പോൾ കളവിൽ അവർ അഭയം പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കുരുവട്ടൂരികൾ. അവരുടെ ഏറ്റവും പിഴച്ച ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു. അതിനെല്ലാം ഇമാമുകളുടെ കിതാബുകൾ ഉദ്ധരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ഗണ്ണിക്കുകയും ചെയ്തു. എന്നാൽ ആ ഗണ്ണനത്തിന് മുമ്പും പ്രാമാണിക വിശകലനത്തിന് മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഈ മൗലവിമാർ അവസാനം എത്തിപ്പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരുമായി ബന്ധപ്പെട്ടതിലാണ്. അവിടെ ഈ മൗലവിമാർ നടത്തുന്ന കളവുകൾ എന്തൊക്കെയാണ്, അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇമാമുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് ഇന്ന് ഒരൽപ്പം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. വളരെ വ്യക്തമാണ്. മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനമുണ്ട്. അവിടുത്തെ സ്ഥാനപ്പേരുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് സുൽത്താനുൽ ആരിഫീൻ. അതോടൊപ്പം അബുൽ ഇൽമൈൻ, അബുൽ ആലമൈൻ എന്നിങ്ങനൊക്കെയുള്ള സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ് തങ്ങൾക്കുണ്ട്. ആ സ്ഥാനപ്പേരുകളിൽപ്പെട്ട ഒന്നിനെയും അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അബുൽ ആലമൈൻ എന്ന അവിടുത്തെ ഏറ്റവും മഹത്തായ സ്ഥാനപ്പേരിനെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആലിമും ചോദ്യം ചെയ്തിട്ടില്ല, ഒരു മുഅ്മിനും ചോദ്യം ചെയ്തിട്ടില്ല. അവിടത്തേക്ക് ആ സ്ഥാനപ്പേരുണ്ട്. അവിടത്തേക്ക് ഗൗസിയത്തിൻ്റെയും ഖുതുബിയത്തിൻ്റെയും പതാക അവിടുന്ന് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ആ അലമീൻ എന്ന പേര് കിട്ടാനുള്ള കാരണങ്ങൾ ഇമാമുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും എല്ലാ ഇൽമുകളും ഉണ്ടായിരുന്നു. ലോകത്തുള്ള രണ്ട് ഇൽമുകളാണ്. ഒന്ന് ലോഹിരിയായ ഇൽമ്, അതാണ് ശരീഅത്തിൻ്റെ ഇൽമ്. ഭൗതികമായി നമ്മൾ പഠിക്കുന്ന ഇൽമ് പോലും അത് ഫർള് കിഫായയാണ്. അതൊക്കെ ശരീഅത്തിൻ്റെ ഉലൂമുകളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താം. മറ്റൊന്നാണ് ത്വരീഖത്തിൻ്റെ ഇൽമ്, അത് ആത്മീയമായ തസവുഫിൻ്റെ ഇൽമ്. ഈ രണ്ട് ഇൽമുകളിൽപ്പെട്ടതാണ് ലോകത്തുള്ള എല്ലാ ഇൽമുകളും. ഈ ഇൽമെല്ലാം ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അബുൽ ഇൽമൈൻ എന്ന പേരും അവിടത്തേക്കുണ്ടായിരുന്നു എന്ന് ഇമാമുകൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇബാറത്ത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിൻ്റെ കൃത്യമായ നിലപാടെന്ന് പറയുന്നത് ഔലിയാക്കളുടെ ഒരു സ്ഥാനത്തെയും നമ്മൾ കുറക്കുന്നില്ല. എന്നാൽ കുരുവട്ടൂരികളോ, എങ്ങനെയൊക്കെ ഇമാമുകളെ, എങ്ങനെയൊക്കെ ഔലിയാക്കളെ അവർക്ക് നിന്ദിക്കാൻ കഴിയുമോ ആ വഴിയെല്ലാം അവർ സ്വീകരിച്ചിരിക്കും. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ പറയുന്ന ഇവരുടെ ജൽപ്പനങ്ങൾ നാം പലവരും ചർച്ച ചെയ്തതാണ്. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് ഇവർ പറയുന്ന ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ, കളവുകൾ,
നമ്മൾ പറയുന്നതാണ്. വഫാത്തായി പോയ മഹാന്മാരുടെ പേരിൽ ഇവർ വ്യാജ ക്ലിപ്പുണ്ടാക്കി സമൂഹത്തെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചതാണ്. CM വലിയുല്ലാഹി തങ്ങളുടെ ദീർഘകാലത്തെ ഖാദിമായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവിടുന്ന് ജീവിക്കുന്ന കാലമത്രയും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച് നമ്മുടെ നേതാക്കളുടെ കൂടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു നേതാവായി ജീവിച്ച് വഫാത്തായി പോയ തങ്ങളുപ്പാപ്പ അവിടുത്തെ മക്കളെപ്പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളാക്കി മാറ്റി അതിനുവേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുത്തെ ജീവിതകാലത്തിൽ അവിടെ നിന്ന് എടുത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ മെമ്പർഷിപ്പും നിധി പോലെ സൂക്ഷിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ആ തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോൾ അവിടുത്തെ ഫോൺ കോളാണെന്ന് പറഞ്ഞ് സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെ തങ്ങളുപ്പാപ്പ ഈ നൗഷാദിനെ വിളിച്ചു പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞ് വ്യാജമായ ക്ലിപ്പുണ്ടാക്കി. ഒരുപക്ഷെ നൗഷാദിൻ്റെ പുത്തൻവാദം കാരണമായി അവനെ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തെറിയാനുള്ള ശ്രമം നടക്കുമ്പോൾ പല നിലക്കും ഇവൻ ഉപദേശിച്ചു, എല്ലാവരും ഉപദേശിച്ചു, പക്ഷെ സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ട് ആ മുത്തുനബിയുടെ ഉപദേശം കേട്ടിട്ട് പോലും അബൂജഹൽ നന്നായിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആലിമീങ്ങൾ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും അടക്കമുള്ള നേതാക്കളൊന്നും ഉപദേശിച്ചിട്ട് കേൾക്കാത്ത നൗഷാദ്, ആ നൗഷാദിനെ ഉപദേശിച്ച് നന്നാക്കാൻ തങ്ങളുപ്പാപ്പയും ശ്രമിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഫോൺ കോൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ വിളിച്ചിട്ടുള്ള ഫോൺ കോളുകളുടെ കഷ്ണം എടുത്തുകൊണ്ട് അതേ നൗഷാദ് ഈ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെ തങ്ങളുപ്പാപ്പ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജമായി ഇക്കാലഘട്ടത്തിൽ ഒരു ഫോൺ കോൾ നിർമ്മിക്കാൻ ഒരു പ്രയാസമില്ല. അതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യാജവുമായി വരുന്ന ഈ കുരുവട്ടൂരികൾ മഹാന്മാരായ അയിമ്മത്തിൻ്റെ പേരിലും കളവ് പറയുന്നു, മഹാന്മാരായ സാദാത്തുക്കളുടെ പേരിൽ കളവ് പറയുന്നു, സുന്നത്തി ജമാഅത്തിൻ്റെ പേരിൽ കളവ് പറയുന്നു. ഇവരുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് കളവ് പറയലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 2 സ്ഥാനപ്പേരുകളുണ്ടായിരുന്നു, അബുൽ ആലമൈൻ, അബുൽ ഇൽമൈൻ. ഈ 2 സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ടവർക്കുള്ളതാണ്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കുരുവട്ടൂരികൾക്കൊരു പ്രയാസം. കാരണം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാൻ അവർക്ക് കഴിയൂല. അവർക്ക് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാൻ കഴിയൂല. അബുൽ ആലമൈൻ എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. അബുൽ ഇൽമൈൻ എന്നത് റിഫായി ശൈഖ് തങ്ങൾക്കില്ലേ ഇല്ല. അത് അംഗീകരിക്കാൻ ഇവർക്ക് കഴിയൂല. റിഫായി ശൈഖ് തങ്ങൾക്ക് ഒന്ന് മതി, അതിലപ്പുറം പറ്റൂല എന്നാണ് ഈ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതേ സമയത്ത് നമ്മുടെ പേരിൽ ഒരു കളവ് പറയാം. എന്താ നമ്മുടെ പേരിൽ കളവ് പറയുന്നത്? അബുൽ ആലമൈൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ സ്ഥാനപ്പേരിനെ നമ്മൾ അത് നിഷേധിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മുടെ സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ അബുൽ ആലമീൻ എന്നൊരു പേര് ബഹുമാനപ്പെട്ടവർക്കില്ല എന്നാരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഖുതുബിയത്തിൻ്റെയും ഗൗസിയത്തിൻ്റെയും ഒക്കെ സ്ഥാനം ലഭിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ആലമീൻ എന്ന പേരുണ്ട്. അതിന് വളരെ വ്യക്തമായി ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ഒരാളും നിഷേധിച്ചിട്ടില്ല, അത് ശരിയല്ലെന്ന് ഒരാളും ഇവിടെ പറഞ്ഞിട്ടില്ല. സുന്നത്തി ജമാഅത്ത് അത് സ്ഥാപിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത് ഉള്ളതോടുകൂടെ അവിടുത്തെ ഇൽമ പരിഗണിച്ചുകൊണ്ട് അബുൽ ഇൽമൈൻ എന്ന ഒരു പേരും കൂടി ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാണ് ഇമാമുകളും മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞതനുസരിച്ച് നമ്മൾ പറഞ്ഞത്. അയിമ്മത്തുകൾ അവരുടെ കിതാബുകൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ അയിമ്മത്തിൻ്റെ കിതാബ് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവർ എക്കാലവും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തസവ്വുഫ് സമ്മേളനത്തിൽ മാത്രം കേട്ട ഒരു പേരാണോ അബുൽ ഇൽമൈൻ എന്നുള്ളത്? അല്ല, അത് ഇമാമുകൾ കാലങ്ങൾക്ക് മുമ്പ് അവരുടെ കിതാബിൽ എഴുതി വെച്ചു. ആ കിതാബ് പഠിച്ച ആലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ലോകതലത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അവരെഴുതിയ കിതാബിൽ തന്നെ അബുൽ ഇൽമൈൻ എന്ന പ്രയോഗമുണ്ട്. നമ്മുടെ തസവ്വുഫ് സമ്മേളനത്തിൽ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരളക്കാരായ മലയാളികളായ പണ്ഡിതന്മാർ തന്നെ ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും നൗഷാദും ടീമും ഈ കൊട്ടും കൊരവയുമായി വന്നിട്ടില്ല. പിന്നെ എപ്പോഴാണ് വന്നത്? പിന്നെ വന്നത് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ,
അപ്പോൾ വ്യക്തമാണ് ഇത് എന്തല്ല, ഇത് ഇവരുടെ ലക്ഷ്യം ഒരിക്കലും നിസ്വാർത്ഥമല്ല. നമ്മുടെ ഉലമാഇനോടും പ്രസ്ഥാനത്തോടുമുള്ള അവരുടെ അന്ധമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി അതെന്ത് തന്നെയാണെങ്കിലും അവരത് സ്വീകരിച്ചിരിക്കും. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് നിഷേധിച്ചിട്ടാണെങ്കിലും, റിഫായി ഷെയ്ഖ് തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടാണെങ്കിലും അവർ നമ്മുടെ ഉലമാഇനെതിരെ എങ്ങനെ ആക്രമിക്കാൻ കഴിയുമോ ആ വഴിയൊക്കെ സ്വീകരിച്ചിരിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് തിരിയാൻ മാത്രം ഇതുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ അബുൽ ഇൽമൈനി എന്ന് നമ്മുടെ തസവൂഫ് സമ്മേളനത്തിൽ പറയുന്നതിന് മുമ്പ് ഇതേ പേര് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് ശേഷം സൗകര്യം പോലെ കേൾപ്പിക്കുന്നുണ്ട്. അന്നൊന്നും ഒരക്ഷരം മിണ്ടാത്ത ഈ മൗലവിമാർ ഇപ്പം കടന്നു വരുന്നതിൻ്റെ കാരണം ഇത് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങൾക്കില്ലാത്തത് കൊണ്ടല്ല, അത് ഇമാമുകൾ പറയാത്തത് കൊണ്ടുമല്ല, നമ്മുടെ ഉലമാഇനോടുള്ള ഒറ്റ വിരോധം മാത്രമാണ്. ഇത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഈ നിലക്ക് ആശയപരമായി തകർന്നടിഞ്ഞ മൗലവിമാർ കഴിഞ്ഞ ദിവസം കൊട്ടപ്പുറത്ത് വന്നുകൊണ്ട് ആകെ ഹാലിളകി. അൻവരി മൗലവിയൊക്കെ കട്ടക്കലിപ്പിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹമൊക്കെ ദേഷ്യം പിടിച്ചിട്ട് എന്തെല്ലാമാ പറയുന്നത്. നൗഷാദിന് ഒരു നിയന്ത്രണവുമില്ല. കളവും ചീത്തയും ആക്രോശവും ഇതെല്ലാമായിട്ട് അവരുടെ ആ വെറുപ്പും വിദ്വേഷവും അങ്ങ് തീർക്കുക തന്നെ. പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മൂത്തൂബിയൊയിലിക്കും, നിങ്ങൾ നിങ്ങളുടെ വെറുപ്പുമായി സുന്നത്തി ജമാഅത്തിനോടുള്ള ദേഷ്യവുമായി ജീവൻ പോകുന്നത് വരെ അങ്ങനെ നടന്നോളൂ. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅ ആദർശപരമായി കൃത്യമായി മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ മൗലവിമാര് കൊട്ടപ്പുറത്ത് വന്നിട്ട് കട്ടക്കലിപ്പിലാണ്. അൻവരി മൗലവിന്റെ കലിപ്പുകളൊന്ന് കേൾക്ക്. നന്നാകില്ലേ ഇവർ? അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞ സഫാത്ത് പറഞ്ഞാൽ ലോക വ്യാഖ്യാനായി വരികയാണ്. കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, കാണിച്ചു തരാം നിങ്ങളെ. കണ്ടില്ലേ? അപ്പോൾ ഇത് ആരോടാ ഈ പറയുന്നത്? കാണിച്ചു തരാം നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശപരമായി കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറയാനൊന്നുമില്ല. പിന്നെ കാണിച്ചു തരാം, കായികമായി കാണിച്ചു തരാം, ഇങ്ങോട്ട് വന്നോളൂ, കാണിച്ചു തരാം, ഇങ്ങോട്ട് വന്നോളൂ. എന്താണ് മൗലവി? ഇത് ഏതാ കാലം? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ പറയുന്ന സഫാഹത്തെ ആ കുരുവട്ടൂര് ആലയത്തിൽ വന്ന് അവിടെ മാത്രം ഒതുങ്ങി പറയാം. പുറത്തേക്ക് വന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ പുലിക്കുട്ടികൾ ഇവിടെയുണ്ട്. കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ അബദ്ധവും കൃത്യം ഹർഫം ബി ഹർഫ് ഞങ്ങൾ ഗണ്ണിച്ചിരിക്കും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ പിടികൂടി കൃത്യമായിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ മൗലവിമാർ ദേഷ്യം പിടിച്ചിട്ടെന്തോ കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്നാൽ ഇവിടെ ഇവർ ഓരോ കൊട്ടും കുരവുമായി ഓരോ സ്ഥലത്തിങ്ങനെ പിന്നെ ഉണ്ടാക്കുന്ന പരിപാടി, അത് സദസ്സിൽ 4-5 ആളുകളും ഈ സ്റ്റേജിലുള്ള 5-8 ആളുകളും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പറയുന്നത് ആവർത്തനം മാത്രമാണ്. 10-13 കൊല്ലമായിട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. കൊട്ടപ്പുറത്തും അങ്ങനെ തന്നെയാണ്. അതിനു മുമ്പുള്ള പരിപാടിയിലും എല്ലാ പരിപാടിയിലും 90% പറയുന്നത് ആ പഴയ ഭരണിപ്പാട്ട്, ആ കളവുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അധികം ഒന്നും മറുപടി പറയാനുമില്ല. ഈ അബുൽ ഇൽമൈൻ ഒന്ന് തീരുമാനമാക്കാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളും വ്യാജങ്ങളും എത്രമാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് അബുൽ ആലമൈനി, അത് നമ്മളാരും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പേര് ബഹുമാനപ്പെട്ടവർക്കില്ല എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനനാമമായ അബുൽ അലമൈനി എന്ന സ്ഥാനനാമം നമ്മൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പേര് റിഫായി ഷെയ്ഖ് തങ്ങൾക്കില്ല എന്ന് സുന്നത്തി ജമാഅത്തിൻ്റെ ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടരും പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയും ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് എന്താണ്? അബുൽ ആലമൈനി എന്ന സ്ഥാനപ്പേരുള്ളതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേരുമുണ്ട്. 2 പേരും കിട്ടാനുള്ള കാരണങ്ങളും ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ മൗലവിമാർ പറയുന്നു അങ്ങനെ 2 പേരില്ല, 2 പേര് പറയാൻ പാടില്ല. എന്തിനാ 2 പേര്? റിഫായി ഷെയ്ഖിന് എന്തിനാ അപ്പം 2 പേര് കൊടുക്കുന്നത്? 1 പേര് മതിയല്ലോ. അപ്പം ഇവര്
ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങളുടെ പേരിൽ മദ്ഹ് പറയുന്നത്, ഇമാമുകൾ പറഞ്ഞ മദ്ഹ് പറയുന്നത് ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് അതിനെ നിഷേധിച്ച് തല്ലാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ പേരിൽ കളവ് പറയാണ്. എന്താ കളവ് പറയുന്നത്? നമ്മൾ അബുൽ ആലമീനി എന്ന പേര് റിഫായി ഷെയ്ഖ് തങ്ങൾക്ക് നിഷേധിച്ചു. സുബ്ഹാനല്ലാഹ്, എവിടെയാ മൗലവി? വെല്ലുവിളിക്കുകയാണ് ഞാൻ. അൻവരി പറയട്ടെ ആദ്യം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ തന്നെ ശൈഖ് റിഫായി തങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനപ്പേര് അബുൽ ആലമൈൻ, ആ അബുൽ ആലമൈൻ എന്നതിനെ മാറ്റി അബുൽ ഇൽമൈൻ. കണ്ടോ? കുട്ടികൾ ചോദിക്കുക, അതൊരു കെസർ മാറിയിട്ടും ഫത്തവും കെസറും അറക്കത്തൊന്നും മാറിയതല്ലേ? അറക്കത്ത് മലയാളത്തിൽ തന്നെ മാറിയപ്പോൾ ഒക്കെ മാറൂലേ? ഒക്കെ മാറൂലേ? ഒരു മുട്ടി എന്നതിന്റെ ഫത്തവും കെസറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്തൊക്കെയാവും? അങ്ങനെ പലതും ആകും. അങ്ങനെ പലതും ആയിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ. ആരാ മൗലവി? ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരായ അബുൽ ആലമൈൻ അത് മാറ്റിവെച്ചതാരാ? അത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ ഒരു പേരില്ലെന്ന് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് തെളിയിക്കാൻ ഈ അൻവരി മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തിനാ കളവ് പറയുന്നത് മൗലവി? ആദർശം സത്യസന്ധമായി പറയാനില്ലാതിരിക്കുമ്പോഴാണ് ഇല്ലാത്തത് ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടി അതിനെ വിമർശിക്കുക. അങ്ങനെ ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് തെളിയിക്കാൻ 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ ഈ മൗലവിമാരെ വെല്ലുവിളിക്കുകയാണ്. ആരാ പറഞ്ഞത്? അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പേരിൽ ഇല്ലാത്തത് കളവ് പറയാം. അബുൽ ആലമൈനി എന്ന ഒരു പേര് ഒരിക്കലും നമ്മൾ നിഷേധിച്ചിട്ടില്ല. ആ പേര് ബഹുമാനപ്പെട്ടവർക്കുണ്ട്. അതിൻ്റെ കാരണം സവാദുൽ ഐനൈനി അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഒരു മുസ്ലിമും നിഷേധിച്ചിട്ടില്ല. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ഇൽമൈൻ എന്ന പേരും ഉണ്ട്. അതിനെ നിങ്ങളാണ് നിഷേധിക്കുന്നത്. അത് ഇമാമുകൾ വിശദീകരിച്ചതാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ ത്വരീഖത്തിൻ്റെയും ശരീഅത്തിൻ്റെയും ഇൽമുകൾ മേളിച്ചവരാണ്. ആ മേളിച്ച ഇൽമ്, അതിൻ്റെ ഗാംഭീര്യതയും അതിൻ്റെ മഹത്വവുമൊക്കെ ഇമാമുന റാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമുകൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഇൽമുകളെല്ലാം മേളിച്ചവരായതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ഇൽമൈൻ എന്ന പേരും വിളിച്ചിട്ടുണ്ട്. അത് ഇമാമുകളുടെ കിതാബുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നും ഉണ്ട്. ഞാനത് ഇൻഷാ അല്ലാഹ് വായിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 ഇൽമും മേളിച്ചതായതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അബുൽ ഇൽമൈൻ എന്ന് പേര് വന്നു. അപ്പോൾ നമ്മളെ മൗലവി, ഏത് മൗലവി? അൻവരി എന്ന് പറയുന്ന മൗലവി. ഈ സാധുക്കൾക്ക് അറിയൂല എന്നും അറിയൂല, അതുള്ള സങ്കടി. വിവരമില്ല എന്ന വിവരവുമില്ല. അപ്പൊ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ആ 2 ഇൽമേ ഉള്ളൂ, 2 ഇൽമേ ഉള്ളൂ. അപ്പൊ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കുറവാക്കലല്ലേ അത്? അയാൾ പറയട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അബുൽ ഇൽമൈനി എത്ര സിമ്പിൾ പേർക്ക് മനസ്സിലായി. മൂപ്പർക്ക് 2 ഇൽമുണ്ടായിരുന്നു. 2 ഇൽമുള്ളേനി ത്വരീഖത്തും ഹഖീഖത്തും മാരിഫത്തും എല്ലാ ഇൽമുമല്ലേ? എല്ലാ ഭാഷയിലും കഴിവുള്ളൊരു പണ്ഡിതൻ. ഇംഗ്ലീഷും തമിഴും ഉറുദും എന്തൊക്കെയല്ല, 1000കണക്കിന് ഭാഷയിൽ കഴിവുള്ള ഒരാളെ 2 ഭാഷ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അയാൾ ഉഷാറാക്കലേ? പോകട്ടെ, അതൊക്കെ മാറ്റി വെക്കുക. എന്താണ് ആ പേര്? അത് അതേ കിതാബിൽ 3 പേജോളം ബഹുമാനപ്പെട്ട റാഫി ഇമാം പറയുന്നുണ്ട്. സഅൽതു ശൈഖൽ ആരിഫ ബില്ലാഹി റുക്നുദ്ദീൻ ഇബ്നു നബ്ഹാൻ ശൈബാനി അൻ സബബ് ഇസ്തിഹാരി. അപ്പൊ കണ്ടില്ലേ? അപ്പൊ ഇയാളെ ഈ ജഹാലത്ത് എത്രമാത്രമാണ്, ഈ സാധുക്കളുടെ ജഹാലത്തെ വിവരമില്ലായ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ആരോ അവിടെ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ പൊട്ടത്തരം പറയൂലല്ലോ. നോക്കൂ സഹോദരങ്ങളെ, 2 ഇൽമും മേളിച്ചവരാണ്. ഏതാ 2 ഇൽമ്? ലോഹിറു ശരീഅത്തിന്റെ ഇൽമും ബാത്തിനിയായ ഇൽമും. ലോകത്തുള്ള എല്ലാ ഇൽമും ഈ 2 ഗണത്തിൽപ്പെട്ടു. അതല്ലേ? ലോകത്തുള്ള എല്ലാ ഇൽമും അതിൽപ്പെട്ടു. ബാക്കി ഈ മൗലവി പറയുന്നത് ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഒക്കെ ഇൽമ്, ബാത്തിനിയായ ഇൽമ് എന്ന് പറഞ്ഞതിൽ പെട്ടു മൗലവി. ജാഹിലായ മൗലവി ഈ നിലയ്ക്ക് വിവരമില്ലായ്മ വിളമ്പാൻ എന്തിന് നടക്കണം? കേരളം വിവരമുള്ള പണ്ഡിതന്മാരുടെ നാടല്ലേ? എന്തിനിങ്ങനെ ചെറുതാകാൻ പോകണം? അല്പത്തരം കാണിക്കണം? എന്നിട്ട് ചോദിക്കുകയാണ്, 1000കണക്കിന് ഭാഷ അറിയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് 2 ഭാഷാ പണ്ഡിതൻ എന്ന് പറയാൻ പാടുണ്ടോ? അത് പറയാൻ പാടില്ല. ഭാഷാ പണ്ഡിതൻ അയാളെ കുറിച്ച് പറയാം.
ഭാഷാ പണ്ഡിതൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം, ബഹുഭാഷാ പണ്ഡിതൻ എന്ന് പറയാം, ആയിരക്കണക്കിന് ഭാഷ അറിയുന്ന പണ്ഡിതൻ എന്ന് പറയാം, ഒക്കെ പറയാം. അപ്പോൾ എന്തുമാത്രം സഫാഹത്തായി പറയുന്നത്. 2 ഇൽമ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഇൽമുകളും എല്ലാ ഫുനൂനുകളും ഈ 2 ഇൽമിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ എല്ലാ ഫുനൂനും അറിയുന്നത് കൊണ്ട്, ആ 2 ഇൽമ് എല്ലാം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ ഇൽമൈൻ എന്ന് പറയുന്നത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറവാക്കലാണ് പോൽ. എങ്ങനെയുണ്ട്? ഇതാണ് ഈ ജാഹിലീങ്ങളുടെ വിവരം എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ഇവർക്കുള്ളൂ, അതിലപ്പുറം ഒന്നുമില്ലാത്ത വിധം വളരെ ദുർബലരാണ് ഈ മൗലവിമാർ. എന്നിട്ട് ആളുകളെ വസ്വാസാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം കൃത്യമായിട്ട് പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അവരുടെ അറിവില്ലായ്മയാണ് ഈ നിലയ്ക്ക് കളവ് പറയാനും അബദ്ധങ്ങൾ പറയാനും ഈ മൗലവിമാരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കിതാബിയായിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. പറഞ്ഞത് മഹാബദ്ധമാണ് എന്ന് നൗഷാദിന് തന്നെ അറിയാം. കാരണം നമ്മൾ അബുൽ ആലമൈനി എന്ന പേര് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞത് അബുൽ ഇൽമൈൻ എന്ന ഒരു പേരും കൂടി അവിടത്തേക്കുണ്ട്, അത് കിതാബുകളിലുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പല കിതാബും കാണിച്ചിരുന്നു. ആ കിതാബിൻ്റെ പേരറിയില്ലേ മൗലവി നൗഷാദേ? നിനക്ക് ആ കിതാബിൻ്റെ പേരറിയില്ലേ? എങ്കിൽ മാന്യമായി അതബോധത്തോടെ കുരുത്തത്തോടെ ചോദിക്കൂ, എനിക്കതറിയില്ല, പഠിപ്പിച്ചു തരൂ വാളക്കുളമേ എന്ന് പറയൂ. അപ്പം പറയാൻ പേര്. മനസ്സിലായോ? പണ്ട് നസീഹത്തുൽ ലബീബിൻ്റെ മഖ്തൂത്ത് കൊണ്ടെന്നില്ലോ, മഖ്തൂത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരുന്നല്ലോ. ആൺകുട്ടിയായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടത്. അത് എവിടെന്നാന്ന് ചോദിച്ചു അല്ലേ? എവിടെന്നാന്ന് ഞാൻ പറഞ്ഞില്ല. അത് അതബോടെ കുരുത്തത്തോടെ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല. അതവും കുരുത്തും ഇല്ലാത്തതുകൊണ്ട് മിണ്ടിയിട്ടില്ല അല്ലേ? അത് ചോദിക്കാൻ ധൈര്യമില്ല. അതബോടെ കുരുത്തത്തോടെ ചോദിച്ചാൽ ഉടനടിയെ പറയാം എവിടെന്നാ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് താങ്കൾ പലതും. അങ്ങനെ വേണ്ട പഠിച്ചു പോകണ്ട എന്നുള്ള തീരുമാനമാണ് നമുക്ക്. അങ്ങനെ വെറുതെ പഠിപ്പിക്കണ്ട. നിങ്ങൾ ജാഹിലീങ്ങളാണ് എന്നുള്ള വിവരം ഇവിടെ സമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ വായിക്കുന്ന ഒരു കിതാബും താങ്കൾ കണ്ടിട്ടില്ല. ഞങ്ങൾ വായിച്ച് പഠിച്ച കിതാബുകളുടെ പുറംചട്ട പോലും മൗലവി നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ സഫീഹായ ആ കോമാട്ടുചാലിൽ അബ്ദുള്ളയും കണ്ടിട്ടില്ല. അങ്ങനെ ജാഹിലീങ്ങളുടെ സങ്കേതമാണ് നിങ്ങളുടെ സങ്കേതം. അങ്ങനത്തെ നിങ്ങളാണ് കിതാബ് പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ 2 കിതാബ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ മുസന്നിഫ് ആരാണെന്നല്ലേ അറിയേണ്ടത്? അത് അതബോടെ കുരുത്തത്തോടെ പറ, എനിക്കതറിയില്ല, ഞാനൊരു ജാഹിലാണ്, അതുകൊണ്ട് പറഞ്ഞു തരണം എന്ന അറിവില്ലാത്തവനെ പോലെ മുത്താല്യമായിട്ട് വരൂ. അപ്പം പറയാം. അല്ലെങ്കിൽ പറ ഞാൻ വായിച്ച കിതാബ് ഏതാണെന്ന് പറ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഈ കിതാബൊക്കെ ഉദ്ധരിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കിതാബല്ലാത്ത വേറെയും കിതാബ് പറയുന്നുണ്ട്. ഇമാമുകളുടെ പേര് പറഞ്ഞിട്ട് തന്നെ എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കിതാബിൻ്റെ പേര് പറയൂല, മുസന്നിഫിൻ്റെ പേര് പറഞ്ഞുതരാം. മനസ്സിലായോ? കിതാബിൻ്റെ പേര് വേണമെങ്കിൽ പറയാം, നോക്കട്ടെ, സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കിതാബിൻ്റെ മുമ്പിൽ പ്രാമാണികമായ നമ്മുടെ ഖണ്ഡനങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൗലവി ഇനി എന്തു പറയണം? ഒന്നും പറയാനില്ല. നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ പറയുന്ന കളവുകൾ മുഴുവനും നമ്മൾ പൊളിച്ചടക്കി. അപ്പോൾ നമ്മുടെ മാനവ സഞ്ചാരം നടക്കുന്നുണ്ട്. ഐതിഹാസികമായ നമ്മുടെ കേരള യുവജന സമ്മേളനം അടുത്ത മാസം ഡിസംബറിൽ 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. എൻ്റെ സംസാരം കേൾക്കുന്ന മുഴുവൻ പേരെയും ഞാൻ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ, നമ്മുടെ സ്റ്റേറ്റ് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം നടക്കുന്നുണ്ട്. അപ്പോൾ മാനവ സഞ്ചാരം നടക്കുന്ന സമയത്ത് ഹക്കീം ഉസ്താദിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി പിടിച്ചത് ശരിയായിട്ടില്ല എന്നാണ് നൗഷാദ് പറയുന്നത്. മനസ്സിലായോ? ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ പോക്കറ്റിൽ പേന കുത്തിയത് ശരിയായില്ല, ആ പേനയുടെ കളറ് ശരിയായില്ല, അല്ലെങ്കിൽ ആ ഷർട്ട് ആ ബട്ടൺ ഇട്ടത് ശരിയായില്ല, തലപ്പാവ് ശരിയായിട്ടില്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കി നടക്കാൻ മാത്രം നിങ്ങൾ എളിഭ്യരായി പോയില്ലേ മൗലവിമാരെ? പറയട്ടെ. പിന്നെ മാനവ സഞ്ചാരം നടത്തുമ്പോൾ ഒരു വടി കയ്യിൽ പിടിച്ചു. അവരെ ശൈലി, ഈ വടി എഴുന്നിട്ടിയത് മൂസാ നബിന്റെ വടിയാണെങ്കിൽ അത് ഇട്ട പാമ്പെങ്കിലും ആയിരുന്നു.
അപ്പോൾ ഓരോ ശൈലി അവിടുന്ന് കേട്ടിട്ടുണ്ടാവും. അതിനൊരു വടിയൊക്കെ പിടിച്ച് വരുമ്പോൾ അത് തല്ലാനാ തോന്നിപ്പോവും. വടി എങ്ങനെ പിടിക്കലുമെന്നും അറിയില്ലല്ലോ, ആകെ വടി പിടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പൊ ഇതാണ് അവസ്ഥ. നമ്മുടെ നേതാക്കളെ കയ്യിൽ ഒരു വടി കണ്ടാൽ ആ വടി എവിടെ നിന്നാണ് അന്വേഷിക്കണം. ആ വടിയുടെ നിറം എന്താണ് അത് അന്വേഷിക്കണം. എന്തേ ആ വടിക്ക് അത്ര നീളമായി പോയത്? എന്തേ കുറച്ചും കൂടി വലുതാക്കി കൂടായിരുന്നു? എന്തേ അങ്ങനെ പിടിച്ചത്? എന്തേ മറ്റേ ചെറുക്ക് പിടിക്കാമായിരുന്നില്ലേ? ഇതൊക്കെയായി മൗലവി ചോദിക്കുന്നത്. എന്തിനാ ആ ഷർട്ട് ധരിച്ചത്? എന്തുകൊണ്ടാണ് ഈ ചെരുപ്പ് ധരിച്ചത്? എന്തേ ആ കാറിൽ പോയത്? എന്തുകൊണ്ട് അങ്ങോട്ട് പോകാതിരുന്നത്? വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ചങ്ങായി? വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടായിരുന്നോ? ഒരു പൂള കുത്താൻ പോയിക്കൂടായിരുന്നു ആ സമയം കൊണ്ട്? എന്തുമാത്രം നിലവാര തകർച്ചയാണ്! എന്ത് ചെയ്യാനാ? ഇതല്ലാതെ വേറെന്ത് പറയാനാ? ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യപ്രസക്തമായ ഒരു കാര്യവും ഒരു വിമർശനവും പറയാനില്ല. അപ്പം പിന്നെ അവർ പിടിച്ച വടി, അവർ ധരിച്ച ഷർട്ട്, അവർ ധരിച്ച ചെരുപ്പ്, അവർ കുടിക്കുന്ന വെള്ളം, അവരെങ്ങോട്ട് പോകുന്നു, എവിടെ ഇരിക്കുന്നു, ഇതൊക്കെ നോക്കി നടക്കാം അല്ലേ? നടന്നോളൂ, അങ്ങനെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ എളിഭ്യനായി പോയ മൗലവി ഇതൊക്കെയാണ് ഇപ്പോൾ കൊട്ടപ്പുറത്ത് വന്ന് കാര്യമായിട്ട് പറഞ്ഞത്. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വന്ന് പറഞ്ഞത്. ഓരോ ദിവസവും പരിപാടി എന്നുള്ള നിലക്ക് ഇങ്ങനെ ഊരി തണ്ടി നടക്കല്ലേ, അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം പിന്നെ 10-13 കൊല്ലമായി ആവർത്തിക്കുന്ന കളവുകളാണ് 90% പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പുതിയത് ചേരുവ ചേർക്കണ്ടേ? അതിനാണ് ഈ വടിയും അതുപോലെ തന്നെ ചെരുപ്പും പേനയും പേപ്പറൊക്കെ നോക്കിയിട്ട് നടക്കുന്നത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരാം. അബുൽ ഇൽമൈനി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് നമ്മൾ മാത്രം പറഞ്ഞതല്ല, ഇമാമുകൾ പറഞ്ഞതാണ്. ആ ഇമാമുകളുടെ കിതാബ് ഓതിപ്പടിച്ച നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. എന്നല്ല, ആഗോളതലത്തിൽ പ്രശസ്തരായ പണ്ഡിതന്മാരെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മാത്രം എഴുതിയ കിതാബുകളുണ്ട്. ആ കിതാബുകളിൽ അത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇമാമുകളുടെ ഈ കിതാബിൽ നിന്ന് നോക്കി പഠിച്ചതാണ്. ഞാൻ അതിലേക്ക് വരാം. നൗഷാദ് പറയട്ടെ. ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്നറിയോ? മഹാനരായ ഇമാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഷെയ്ഖ് വെച്ചു കൊടുത്ത പേര് അബുൽ അലമൈൻ എന്നാണ്. രണ്ടാമതൊരു പേരില്ല എന്ന് പറഞ്ഞാൽ ആർത്തത്തില്ല. സുൽത്താനുൽ ആരിഫീൻ അത് പറയുന്നുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയാൻ പാടില്ല. ആ ഒരു പേര് മതി, അബുൽ അലമൈൻ എന്നുള്ള പേര് മതി. അതിലപ്പുറം ഒരു പേര് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര്, 2 സ്ഥാനപ്പേര് അബുൽ ഇൽമൈനും അബുൽ അലമൈനും എന്നുണ്ട് എന്ന് ഇമാമുകൾ എഴുതി വെച്ചത് ഞങ്ങൾ പറഞ്ഞു. അതാ നിങ്ങളെ പ്രശ്നം. ഷെയ്ഖ് റിഫായിയോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ 2 പേരൊന്നും പറയണ്ട. ആരാപ്പ റിഫായി ശൈഖ് തങ്ങൾ? അങ്ങനത്തെ 2 പേരൊന്നും പറയാൻ മാത്രമായിട്ടില്ല എന്ന് പറയുന്ന ധിക്കാരമാണ് നിങ്ങളുടേത്. ഖിബറാണ് നിങ്ങളുടേത്. ആ അഹങ്കാരമാണ് നിങ്ങളുടേത്. അത് ഇവിടെ കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിട്ടില്ല. എല്ലാവരും വന്ന് ചോദിച്ചു, എവിടെയാണ് നമ്മളുടെ സവാദുൽ ഐനൈനി എന്ന കിതാബിൽ എവിടെയുള്ളത്? കുടുങ്ങി ഇല്ലല്ലോ. അതിലില്ല എന്ന് മാത്രമല്ല, അബുൽ അലമൈനി എന്നാണ് വായിക്കേണ്ടത് എന്നതിലുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ആരോ കുരങ്ങ് കളിപ്പിക്കുകയാണ്. സവാദുൽ ഐനൈൻ എന്ന് പറയുന്ന കിതാബ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കിതാബ് മറിച്ച് വായിക്കാൻ അറിയില്ല. ഈ കിതാബ് അപ്പുറം ഇപ്പുറം നോക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്ത ഈ പാവപ്പെട്ട വിവരദോഷിയായ നൗഷാദ് മൗലവിയെ ഈ തരത്തിൽ കുരങ്ങ് കളിപ്പിക്കുന്നവർ ആ പണി നിർത്തിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. നൗഷാദിന് വേണ്ടിയും സംസാരിക്കണ്ടേ കുറച്ചൊക്കെ? അദ്ദേഹം ഒരു വിവരമില്ലാത്തവനാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ പാടുണ്ടോ? പൊട്ടൻ കളിപ്പിക്കാൻ പാടുണ്ടോ നൗഷാദിനെ? ആരാണ് ആ കിതാബ് സവാദുൽ ഐനൈൻ കയ്യിൽ കൊടുത്തിട്ട് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നൗഷാദിനെ പറഞ്ഞു പറ്റിച്ചവൻ ആരാണ്? അവനെ പിടികൂടിയേ പറ്റൂ. അങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ പാടുണ്ടോ ഒരു മനുഷ്യനെ? അപ്പം ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം ഈ കിതാബ് കണ്ടിട്ടില്ല, ഈ കിതാബ് നോക്കിയിട്ടില്ല, നോക്കിയാലൊട്ട് മനസ്സിലാവില്ല. ആ നിലക്ക് അജ്ഞനായ വിഡ്ഢിയായ ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അബുൽ ഇൽമൈനി എന്ന സ്ഥാനനാമം ഇല്ല, അങ്ങനെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ല, സവാദുൽ ഐനൈനിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് മൗലവി, സവാദുൽ ഐനൈനിൽ പറഞ്ഞിട്ടുണ്ട്. സവാദുൽ ഐനൈനി ആദ്യം മുതൽ അവസാനം വരെ മുത്വാലഅ ചെയ്തവരാണ് ഞങ്ങൾ. താങ്കൾ ആ കിതാബ് കയ്യിൽ പിടിക്കുന്നു എന്നല്ലാതെ കിതാബ് മറിച്ച് വായിക്കാൻ പോലും താങ്കൾക്കറിയില്ല.
അതുകൊണ്ടാണ് ഈ അബദ്ധം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം. കിതാബിൻ്റെ ദൗഖ് തിരിയണം ആദ്യം. മനസ്സിലായോ? കിതാബിൻ്റെ ദൗഖ് അറിയണം. പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചില്ലേ, ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ? ഏതെങ്കിലും അറബി ചപ്പടാച്ചി ആരെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ അത് ഖുർആനെ പോലെ ആകുമോ? ഇല്ല. എന്താ വ്യത്യാസം? അത് കിതാബിൻ്റെ അറബി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ദൗഖ് അറിയുന്നവർക്ക് അത് വേർതിരിച്ചറിയാൻ കഴിയൂ, അല്ലാത്തവർക്കെല്ലാം ഒരുപോലെ ആയിരിക്കും. എന്നതുപോലെ ഈ കിതാബ് നോക്കാൻ അറിയുന്നവൻ, കിതാബിൻ്റെ ദൗഖ് അറിയുന്നവർ, അറബി ഭാഷയുടെ നിയമങ്ങൾ അറിയുന്നവർ, അവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞാൽ നൗഷാദിന് തിരിയോ? എവിടെ തിരിയാനാ? പക്ഷേ തിരിയുന്നവരപ്പുറത്തുണ്ട്, തിരിയുന്നവരെൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇദ്ദേഹം കിതാബ് കണ്ടിട്ടില്ല, ഈ കിതാബ് നോക്കാനും അറിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ്. 2 പ്രാവശ്യം മഹാനവറുകൾക്ക് അൽ ഖുതുബിയ്യത്തുൽ കുബ്രയും അൽ ഗൗസിയയും നൽകപ്പെട്ടു. അങ്ങനെ 2 കൊടികൾ അവർക്ക് ദുനിയാവിൽ തന്നെ ഉണ്ട്, ആഖിറത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ആ പേരിന് കാരണമെന്ന് ഇമാം റാഫിഈ തങ്ങൾ തന്നെ അതേ സവാദുൽ ഐനൈൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അത് മറച്ചു വെച്ച് ഇബാറത്ത് അതിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അതേ സവാദുൽ ഐനൈനിൽ അബുൽ ഇൽമൈൻ എന്ന പേരും പറഞ്ഞിട്ടുണ്ട്. നീ അത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട റാഫി ഇമാം റളിയല്ലാഹു അൻഹു അബുൽ അലമൈൻ എന്ന പേര് വരാനുള്ള കാരണം വിശദീകരിച്ചു. ഒരാൾക്കും തർക്കമില്ല. അങ്ങനെ ഇമാം അവർകൾ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് ആ ഒരു പേരില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ആ കിതാബിൽ തന്നെ അബുൽ അലമൈനി വിശദീകരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് അബുൽ ഇൽമൈനിയും വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണുണ്ടായാൽ പോയാ കാണണമെന്നാണ് നൗഷാദിനോടും സർവ്വഗുരുവട്ടൂരികളോടും നമുക്ക് പറയാനുള്ളത്. മനസ്സിലായോ? പിന്നെ അതിൻ്റെ അവസാനം അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? കൊട്ടുകര സാദി ഉസ്താദ് ഈ സവാദുൽ ഐനൈനി വിശദീകരിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ഇബാറത്തുകൾ ഇങ്ങനെ വായിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ആ ഇബാറത്തുകൾ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉസ്താദ് വേറെ ചില വിശദീകരണങ്ങൾ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പഠനവും അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുന്നു. അത് ഈ മൗലവി മനസ്സിലാക്കി അത് കിതാബിൻ്റെ ഇബാറത്ത് വായിക്കുകയാണെന്ന്. അപ്പോൾ കിതാബിൻ്റെ ഇബാറത്ത് വായിക്കുന്നത് ഏതാണ്, പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുന്നത് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും ഈ നൗഷാദ് മൗലവിക്കില്ല. എന്നിട്ട് അയാൾ വലിയ സംഗതിയായിട്ട് പറയാണ്, കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർത്ത് കിതാബിലുള്ളതായിട്ട് അവതരിപ്പിക്കുകയാണ്. മൗലവി ആദ്യം ഒരു പ്രസംഗം കേൾക്കാനിരിക്കൽ എങ്ങനെ എന്നെങ്കിലും പഠിക്കണം. പ്രഭാഷകൻ കിതാബിൻ്റെ ഇബാറത്ത് വായിച്ച് വിശദീകരിക്കും. ആ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റു ചില വിശദീകരണങ്ങൾ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയും. അത് കിതാബിൻ്റെ ഇബാറത്തിൽ ഉള്ളത് വായിക്കല്ല. അത് ആ പ്രഭാഷണം നേരത്തെ വായിച്ചതിൻ്റെ വിശദീകരണമായിട്ട് മറ്റു പലതിൽ നിന്നും മറ്റു പല കാര്യങ്ങളും ആ വിശദാംശങ്ങളുടെ ഭാഗമായിട്ട് പറയും. എന്നിട്ട് ആ വിശദീകരണം കഴിഞ്ഞ ശേഷം ആ ഇബാറത്തിൻ്റെ തുടർച്ചയും വായിക്കുന്നുണ്ട്. അപ്പം ഇയാൾ പറയാണ് അവലും ആഖിറും കിതാബിലുള്ളത് അതിൻ്റെ അടക്കമുള്ളത് കിതാബിലില്ലാത്തത് കൂട്ടിച്ചേർക്കുകയാണെന്ന്. കിതാബിൽ കൂട്ടിച്ചേർത്ത് മാത്രം ശീലമുള്ള ഇയാൾക്കത് അങ്ങനെ തോന്നുകയാണ്. കാരണം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാം അതുപോലെ തന്നെയാണ് എന്ന് മനുഷ്യരും മറ്റ് ജീവികളൊക്കെ ധരിക്കാറുണ്ട്. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മൂടുമെന്നൊക്കെ പറഞ്ഞതുപോലെ പൂച്ചൻ്റെ വിചാരം എല്ലാം തിളച്ച വെള്ളം എന്നാണ്. അതുപോലെ നൗഷാദ് കിതാബിലുള്ളത് കട്ടുമുറിച്ച് വായിക്കുന്നത് നൗഷാദിൻ്റെ ശീലാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ആയിരിക്കും എന്നാണ് നൗഷാദ് ധരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഉലമാഇൻ്റെ പ്രഭാഷണം കേൾക്കാനുള്ള ഒരു ശ്രോതാവാകാനുള്ള യോഗ്യത പോലും മൗലവി താങ്കൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരും അബുൽ അലമൈനി എന്ന സ്ഥാനപ്പേരുണ്ട്, അതോടൊപ്പം അബുൽ ഇൽമൈനി എന്ന സ്ഥാനപ്പേരുമുണ്ട്. ഇതിൽ ഒരു സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാണ് മൗലവിമാർ. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള അനാദരവിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പിൻ്റെ ഭാഗമായി ഇസ്ലാം വിരുദ്ധരുടെയും യുക്തിവാദികളുടെയും അച്ചാരം കൈപ്പറ്റി മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിന്ദിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കടന്നു വന്ന ഈ മൗലവിമാരെ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേരിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആ നിഷേധിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയട്ടെ, നൗഷാദ് എന്നിട്ടൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ആ വെല്ലുവിളിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കിതാബ് കാണിച്ചുതരാം. വെല്ലുവിളിക്കുന്നു ഞാൻ,
ഈ വാളക്കുളമല്ല, നിങ്ങളുടെ സാക്ഷാൽ മുശാവറ വന്നാലും ആധികാരികമായ ഒരു ഇമാമിന്റെ കിതാബിൽ നിന്ന് ആ ഇബാറത്ത് കൊണ്ടുവരാൻ ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവരി. ആ വെല്ലുവിളി ബെല്ലടിയാക്കി കാണാം മൗലവി. ഈ വെല്ലുവിളി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി മൗലവി? അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കലല്ലേ? ഇങ്ങനത്തെ എത്ര വെല്ലുവിളി കഴിഞ്ഞു പോയിരുന്നു. നസീഹത്തുൽ ലബീബിന്റെ കയ്യെഴുത്ത് പ്രതി കോപ്പി ഹാജരാക്കിയാൽ അടുത്ത കോപ്പി ഞാൻ ഹാജരാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ സദസ്സിലുള്ള 4 പേര് തക്ബീർ വിളിച്ചതുപോലെ അന്നും പലരും തക്ബീർ വിളിച്ചിരുന്നു. എന്നിട്ട് എവിടെ നസീഹത്തുൽ ലബീബ്? അൾജീരിയയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് നമ്മുടെ മലേഷ്യൻ ഫ്ലൈറ്റ് കാണാതായതുപോലെ കാണാതായതാണ്. ഇപ്പോഴും റഡാറിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? ഇങ്ങനത്തെ എത്ര വെല്ലുവിളികൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ പോക്കറ്റിൽ വെക്കുക, അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കുക. താങ്കൾക്ക് കിതാബ് അറിയില്ല, ഇൽമ അറിയൂല, മഹാന്മാരെ സംബന്ധിച്ച് അറിയൂല, അറിയാത്ത താങ്കൾ പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ സവാദുൽ ഐനൈൻ എന്ന് പറയുന്ന കിതാബ് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു രചിച്ച കിതാബ് സവാദുൽ ഐനൈൻ ഫീ മനാഖിബിൽ ഔസി അബിൽ ഇൽമൈൻ അബിൽ അലമൈൻ 2 നിലക്കും വായിക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബിൽ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ആദ്യം അബുൽ ഇൽമൈൻ എന്ന് പറയുന്നതിൻ്റെ ന്യായം പറഞ്ഞതിന് ശേഷമാണ് നൗഷാദെ നീ വായിക്കുന്ന ഭാഗം പറയുന്നത്. മനസ്സിലായോ? അബുൽ അലമൈൻ എന്ന സ്ഥാനപ്പേര്, അതിൻ്റെ വിശദീകരണം വരുന്നത് പേജ് നമ്പർ 57-ലാണ്. എന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പുള്ള പേജിൽ വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അബുൽ ഇൽമൈൻ എന്നത് വിശദീകരിക്കുന്നുണ്ട്. രണ്ടും വിശദീകരിച്ചുകൊണ്ടാണ് സവാദുൽ ഐനൈനിൽ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഷെയ്ഖ് റിഫായി തങ്ങളുടെ മനാഖിബ് പരിചയപ്പെടുത്തി രചന നിർവഹിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിനെ ഈ വിധം ദുർവ്യാഖ്യാനം ചെയ്യാൻ ആരുടെ കയ്യിൽ നിന്ന് ആ മൗലവി അച്ചാരം വാങ്ങിയിട്ടുള്ളത്? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം പിടിച്ചതായിട്ടാൻ ആരിൽ നിന്നാണ് താങ്കൾ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്? ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടത്തെ വിജ്ഞാനത്തെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാണ്. വതഫഖഹ അല ശൈഖി അബുൽ ഫളൽ അലിൽ വാസിതി അൽ മഅറൂഫ് ബി ഇബ്നുൽ ഖാരി, ഇബ്നുൽ ഖാരി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബുൽ ഫളൽ അലിൽ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ പഠനം നടത്തിയത്. അതോടൊപ്പം വഅൻ ജമാഅത്തിൻ മിൻ അഅയാനിൽ വാസിതീന മിൻഹും ഖാലുഹു അസ്സൂഫിൽ ജലീൽ ഷെയ്ഖ് വഖ്തിഹി സുൽത്താനുൽ ഉലമാ വൽ ആരിഫീന അഷ്ശൈഖ് അബൂബക്കർ വാസിതി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ തുടങ്ങി അഖു ഷെയ്ഖ് മൻസൂർ നിരവധി പണ്ഡിതന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് പഠനം നടത്തി. എന്നിട്ട് പറയുന്നു, വന്തഹത്തി ഇലൈഹി റിയാസതു ഫീ ഉലൂമി ശരീഅത്തി വഫുനൂനിൽ ഖൗമി. ബഹുമാനപ്പെട്ടവ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് അറ്റമായി എന്ത്? അരിയാസത്തു ഫീ ഉലൂമി ശരീഅ, ശരീഅത്തിന്റെ ഉലൂമിലുള്ള മേധാവിത്വം. അതുപോലെ തന്നെ വഫുനൂനിൽ ഖൗമി, അൽ ഖൗമിന്റെ ഫുനൂനുകൾ അഥവാ ത്വരീഖത്തിന്റെ ഉലൂം, ത്വരീഖത്തിന്റെ ഉലൂമിന്റെ മേധാവിത്വവും ശരീഅത്തുൽ ഉലൂമിന്റെ മേധാവിത്വവും റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് അറ്റമായി എന്ന് പറഞ്ഞാൽ ആ 2 ഇൽമിലും അക്കാലഘട്ടത്തിൽ ഏറ്റവും അറിവുള്ളവരായി ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മാറി. അപ്പം നേരത്തെ അൻവരി ജാഹിരി ചോദിച്ചതുപോലെ 2 ഇൽമുള്ളൊന്നും ചോദിക്കണ്ട, ലോകത്തുള്ള എല്ലാ ഇൽമും ഈ 2-ൽ ഒരു ഇൽമിന്റെ ഭാഗമായിരിക്കും. അപ്പം ലോകത്തുള്ള എല്ലാ ഇൽമും കിട്ടിയെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവില്ലാത്ത ജാഹിലീങ്ങളായ നിങ്ങളാണോ തസവുഫ് പറഞ്ഞു വരുന്നത്? നിങ്ങളാണോ പർവ്വത സമാനരായ ആലിമീങ്ങളെ നടത്തിയ തസവുഫ് സമ്മേളനത്തിന് മറുപടി പറയാൻ വരുന്നത്? നല്ല തമാശ തന്നെ. അപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ എല്ലാ ഇൽമുകളും അവിടത്തേക്ക് വന്നു എന്നല്ല, ആ സർവ്വ ഇൽമിൻ്റെയും മേധാവിത്വം ബഹുമാനപ്പെട്ടവരുടേതായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ വിശദീകരിക്കുകയാണ്. എന്താണ് പിന്നെ പറയുന്നത്? വയുജിബുനി മാ ഖാല ഫീഹിൽ ഫൈറൂസാബാദി. ബഹുമാനപ്പെട്ട ഇമാം ഫൈറൂസാബാദി റളിയല്ലാഹു അൻഹു റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ കവിത എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. എന്താണ് ആ കവിത? അബൽ ഇൽമൈനി
അൻതൽ ഫർദു ലാകിൻ ഇദാ ഹുസിബർ റിജാലു ഫഅൻത ഹിസ്ബു. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. എന്നിട്ട് ആ വിശദീകരണത്തിന് ഒരു തഅക്കീദായിട്ട്, ഒരു സ്ഥിരീകരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫൈറൂസാബാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള കവിതാശകലം കൊണ്ടുവരികയാണ്. അബൽ ഇൽമൈനി അൻതൽ ഫർദു ലാകിൻ ഇദാ ഹുസിബർ റിജാലു ഫഅൻത ഹിസ്ബു. അവിടെ അബുൽ ഇൽമൈൻ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ആ സ്ഥാനപ്പേര് അത് ബഹുമാനപ്പെട്ടവർക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് എന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമിൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെ വൈജ്ഞാനിക ലോകം വിശദീകരിച്ച് ലോകത്തുള്ള സർവ്വ ഇൽമും ബഹുമാനപ്പെട്ടവരിലേക്കാണ് എല്ലാ ഉലൂമുകളുടെയും മേധാവിത്വം അക്കാലത്തുണ്ടായിരുന്നത് എന്ന് വിശദീകരിച്ച് ആ വിശദീകരണത്തിന് ഉപോത്ബലകമായിട്ട് ഷെയ്ഖ് ഫൈറൂസാബാദിയുടെ ഖസീദയുടെ ശകലം ഇമാമുന റാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ട് പറയുന്നു, ഫൈറൂസാബാദി തങ്ങൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കാരണം ഞാൻ ഈ പറഞ്ഞ വിശദീകരണത്തിന് അനുയോജ്യമായ പേരാണ് ആ കവിതയിൽ ബഹുമാനപ്പെട്ട ഫൈറൂസാബാദി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അതെന്താണ്? അബുൽ ഇൽമൈനി എന്ന പേരാണ്. അബുൽ ഇൽമൈനി അൻതൽ ഫർദു ലാകിൻ ഇദാ ഹുസിബർ റിജാലു ഫഅൻത ഹിസ്ബു. കണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട റാഫി ഇമാം റളിയല്ലാഹു അൻഹു അബുൽ ഇൽമൈനി എന്ന് വിശദീകരിച്ച് അവിടുത്തെ ഇൽമിൻ്റെ വൈജ്ഞാനികമായ അവിടുത്തെ ലോകത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ് ആ കവിതാശകലം പറഞ്ഞിട്ട് വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നത് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന സയ്യിദ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു അലമൻ ഷാമിഖൻ വജബലൻ റാസിഖൻ വആലിമൻ ജലീലൻ മുഹദ്ദിസൻ ഫഖീഹൻ മുഫസ്സിറൻ ദാരിവായാത്തിൻ ആലിയാത്തിൻ വഇജാസാത്തിൻ റഫീആത്തിൻ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ബഹുമാനപ്പെട്ടവരെ വലിയ ഇൽമിൻ്റെ റാസിഖായിരുന്നു, അഥവാ ഏറ്റവും അഗ്രേസരമായ കൃത്യമായ ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത പതിഞ്ഞ ജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു. വആലിമൻ ജലീലൻ, വലിയ ആലിമായിരുന്നു. മുഹദ്ദിസൻ ഫഖീഹൻ, ഹദീസ് ശാസ്ത്രത്തിലും കർമ്മശാസ്ത്രത്തിലും, അങ്ങനെ മുഫസ്സിറൻ, അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രത്തിലും, റിവായാത്തിൻ ആലിയാത്തിൻ, വിവിധങ്ങളായ വൈജ്ഞാനിക ശാഖയിലൂടെ പരമ്പരയിലൂടെ കടന്നു വന്ന വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്നീ കവിത പാടിയതിന് ശേഷവും അവിടുത്തെ ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പ് അവിടുത്തെ വൈജ്ഞാനിക ലോകത്തിൻ്റെ വൈപുല്യം പറഞ്ഞു. എന്നിട്ട് ആ വിജ്ഞാനത്തിനോട് ഇൽമിനോട് യോജിക്കുന്ന സ്ഥാനപ്പേര് ഷെയ്ഖ് ഫൈറൂസാബാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എടുത്തുദ്ധരിച്ചു വീണ്ടും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗം കണ്ടിട്ടുണ്ടോ നൗഷാദേ തങ്ങൾ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതിനാ ഞാൻ പറയുന്നത്, കിതാബ് നോക്കിയാൽ തിരിയണമെങ്കിൽ കിതാബിൻ്റെ ദൗഖറിയണം, കിതാബിൻ്റെ ദൗഖറിയണം. അല്ലാത്തവനെ എല്ലാം ഒരുപോലെയായിരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട റാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം അബുൽ ഇൽമൈനി എന്ന ഭാഗം വിശദീകരിച്ചിട്ടാണ് പിന്നെയാണ് മൗലവിമാർ പറയുന്ന 58-ാമത്തെ പേജിൽ വരുന്നത്. 58-ാമത്തെ പേജിൽ അബുൽ അലമൈനി എന്ന സ്ഥാനപ്പേരിനെ കുറിച്ചാണ് ചർച്ച. മനസ്സിലായോ? അപ്പൊ രണ്ട് സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ഇമാമുകൾ ചർച്ച ചെയ്തു വെച്ച ഈ പേരിനെ നിഷ്കരുണം തള്ളിക്കളയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് മൗലവിമാരെ? മഹാന്മാരായ ഔലിയാക്കളോട് നിങ്ങൾ സൂക്ഷിക്കുന്ന ശത്രുതയുടെ കാരണം എന്താണ്? ഏത് ഇസ്ലാമിന്റെ ശത്രുവിൽ നിന്നാണ് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുള്ളത്? 57-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? സഅൽതു ശൈഖൽ ആരിഫ ബില്ലാഹ് റുക്നുദ്ദീൻ ഇബ്നു നബ്ഹാൻ അശ്ശൈബാനി, ബഹുമാനപ്പെട്ടവരോട് ഞാൻ ചോദിച്ചു, അൻ സബബ് ഇഷ്തിഹാരി സയ്യിദ് അഹ്മദ് റിഫായി ബി അബുൽ ആലമീൻ. അബുൽ ആലമീനി എന്ന പേരുകൊണ്ട് മഹാനവറുകൾക്ക് ശുഹറത്ത് ലഭിക്കുവാനുള്ള കാരണം എന്താണ്? അബുൽ ഇൽമൈനി കിട്ടാനുള്ള കാരണം മനസ്സിലായി. അവിടുന്ന് അക്കാലഘട്ടത്തിലുള്ള എല്ലാ വൈജ്ഞാനിക ശാഖകളും മേളിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അബുൽ ഇൽമൈനി എന്ന പേര് കിട്ടിയത്. എന്നാൽ അബുൽ അലമൈനി എന്ന പേര് കിട്ടാൻ എന്താ കാരണം?
അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ലിഅന്ന അലമൽ ഗൗസിയ്യത്തിൽ ഉദ്മ വൽ ഖുതുബിയ്യത്തിൽ കുബ്ര റുഫിഅ ലഹു മർറത്തൈനി ഫിൽ അക്വാൻ. ബഹുമാനപ്പെട്ടവർക്ക് ഗൗസിയ്യത്തുൽ ഉദ്മയും ഖുതുബിയ്യത്തുൽ കുബ്രയും ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അബുൽ അലമൈനി എന്ന പേര് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത് എന്ന് അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. അതെ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് അബുൽ അലമൈനി എന്ന സ്ഥാനപ്പേരുണ്ട്, അതോടൊപ്പം അബുൽ ഇൽമൈനി എന്ന സ്ഥാനപ്പേരുമുണ്ട്. ഇത് രണ്ടും അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഇത് രണ്ടും വിശദീകരിച്ചിട്ടുണ്ട് ഇമാമുന റാഫിഇ റളിയല്ലാഹു അൻഹു. മനസ്സിലായല്ലോ? റാഫി ഇമാം റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചിട്ട് അതിനെ തള്ളിക്കളയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? മാത്രവുമല്ല, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൽമാണ്. അതുകൊണ്ടാണല്ലോ ഹദീസിലൊക്കെ കാണാൻ കഴിയും, ഒരു പണ്ഡിതൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതും പണ്ഡിതനല്ലാത്തവന് 2000 നിസ്കരിക്കുന്നതും തുല്യമല്ല. പണ്ഡിതന്റെ 2 റക്അത്തിന് പ്രതിഫലം കൂടുതലുള്ളത് അല്ലേ? റഅയ്തുൽ ഇൽമ സ്വഹിബുഹു കരീമുൻ വലൗ വലദതുഹു ആബാഉൽ ലിആമു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇൽമുള്ളവൻ അവൻ്റെ മാതാപിതാക്കൾ വളരെ ദരിദ്രരാണെങ്കിലും ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ഇൽമുണ്ടോ അവൻ ഏറ്റവും മഹത്വമുള്ളവനായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഇൽമുണ്ടെങ്കിൽ മറ്റെല്ലാത്തിനേക്കാളും മികച്ചതാണത്. ആനാഫിയായ ഇൽമ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾക്ക് എല്ലാ വിജ്ഞാന ശാഖകളിലും വലിയ മേധാവിത്വം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവിടത്തേക്ക് അബുൽ ഇൽമൈനി എന്ന പേര് കിട്ടിയത് എന്ന അവിടുത്തെ മഹത്വം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മൗലവിമാരെ അത് ദഹിക്കാത്തത്? അതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയാണ് ഈ സമൂഹത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കിയത്? അതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയാണ് ഉലമാഇനെ ചീത്ത പറഞ്ഞത്? റാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അതില്ല എന്ന് പച്ചക്കളവുകൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹുവിനോടുള്ള വെറുപ്പ് എത്രയാണ്? ഇത് ബഹുമാനപ്പെട്ട റാഫി ഇമാം റളിയല്ലാഹു അൻഹു മാത്രമാണോ പറഞ്ഞത്? അല്ല, റാഫി ഇമാം റളിയല്ലാഹു അൻഹു മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ മഹാനായ അൽ ഇമാം അലി അബുൽ ഹസനുൽ വാസിത്തി, ഇമാം അബുൽ ഹസനുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥം എന്താണത്? ഖുലാസത്തുൽ ഇക്സീർ ഫീ നസബി സയ്യിദിൽ ഔസ് റിഫാഇൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനുൽ വാസിത്തി അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ വിശദീകരണം നൽകുന്നുണ്ട്. ഏത് വിശദീകരണം? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്ന ബഹുമാനപ്പെട്ടവരുടെ കിതാബിലും ആദ്യം അബുൽ ഇൽമൈനി എന്ന് പറയാനുള്ള കാരണം പറഞ്ഞിട്ട് പിന്നെയാണ് ബഹുമാനപ്പെട്ടവർ അബുൽ അലമൈനി ചർച്ചക്കെടുക്കുന്നത്. നോക്ക് നിങ്ങൾ, റാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറയുന്നത്, വതഫഖഹ അല ശൈഖ് അബുൽ ഫദ്ൽ അലിൽ വാസിത്തി അൽ മഅറൂഫ് ബിബ്നിൽ ഖാരി എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വന്തഹത്തി ഇലൈഹി റിയാസത്തു ഫീ ഉലൂമി ശരീഅത്തി വഫുനൂനിൽ ഖൗമി. എല്ലാ തരത്തിലുള്ള ഇൽമും ശരീഅത്തിന്റെ ഇൽമിൻ്റെയും അതുപോലെ ത്വരീഖത്തിന്റെ ബാത്തിനിയായ ഇൽമിൻ്റെയും മേധാവിത്വം ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വയുഅജിബുനി, എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു, മാ ഖാലഹു ഫീഹി, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അൽ ഫൈറൂസാബാദി, ബഹുമാനപ്പെട്ട ഫൈറൂസാബാദി തങ്ങൾ പറഞ്ഞ കവിത എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. എന്താണത്? അബുൽ ഇൽമൈനി അൻതൽ ഫർദു ലാകിൻ ഇദാ ഹുസിബർ റിജാലു ഫഅൻത ഹിസ്ബു. ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ വാസിത്തി റഹ്മത്തുള്ളാഹി അവിടുത്തെ ഖുലാസത്തുൽ ഇക്സീർ ഫീ നസബി സയ്യിദിനൽ ഔസ് റിഫാഇൽ കബീർ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇത് പറ്റുമോ മൗലവി താങ്കൾക്ക്? കിതാബിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കാതെങ്കിലും. അപ്പോൾ ഇമാമുകളൊക്കെ വിശദീകരിച്ചതാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 2 സ്ഥാനനാമുണ്ട്. അതിനെ നിഷേധിച്ച് കളയാൻ ഇവിടെ ഒരു മൗലവിനെയും ഞങ്ങൾ അനുവദിക്കൂല. മനസ്സിലായോ? ഔലിയാക്കളുടെ ശത്രുക്കളായി കടന്നു വരുന്ന ഒരു പുത്തൻവാദിയെയും ഞങ്ങൾ സമ്മതിക്കൂല. പ്രാമാണികമായി ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കും, സംശയം വേണ്ട.
അപ്പോൾ ഇത് പറയുന്നത് കൊണ്ടാണ് ഈ മൗലവിമാർക്ക് ഇത്ര വെറുപ്പ്. കൊട്ടപ്പുറത്ത് വന്നിട്ട് കാട്ടക്കലിപ്പിലായിരുന്നു അൻവരിയും നൗഷാദും ഒക്കെ. തൊഴിയൂരിൻ്റെ പിന്നെ പറയണ്ട, കാട്ടക്കലിപ്പ്. എന്തിന്? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് 2 സ്ഥാനപ്പേര് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിന്. അതിന് പറയാൻ ബാക്കി എന്തൊക്കെയാണ് ഇതിനുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് ഇവർക്ക് സഹിക്കൂല. ശൈത്വാന് പോലും ഇത്ര അസഹനീയത ഉണ്ടാവൂല. പിശാചിനേക്കാൾ വലിയ ക്ഷമകേടാണ് ഇവർ കാണിക്കുന്നത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടുത്തെ ഇൽമ് പരിഗണിച്ചുകൊണ്ട് ഔലിയാക്കളെ വിളിച്ച പേരാണ് അബുൽ ഇൽമൈൻ. ആ പേര് അംഗീകരിക്കാൻ കഴിയൂല. എന്നാ രസതല്ല, ഞാൻ ശേഷം ഇടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ഞാൻ വായിച്ചു. അതുപോലെ അബുൽ ഹസനുൽ വാസിത്തി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ഞാൻ വായിച്ചു. ഈ ഇമാമുകളുടെ വിശദീകരണം കണ്ടും കേട്ടും പഠിച്ച നമ്മുടെ ഉലമാ, ആഗോളതലത്തിൽ പ്രസിദ്ധരായ ഉലമാ, അവരെ ഈ മുആസിരീങ്ങളായ നമ്മുടെ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറഞ്ഞിട്ട് രചിച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഖിതാമുൽ മിസ്കിൽ അദ്ഫർ ഫീ ശർഹി റഹീഖിൽ കൗസർ. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെവിടുന്നാണ് കിട്ടിയത്? അത് ഇമാമുകളുടെ വിശദീകരണത്തിൽ നിന്ന് കിട്ടി. അപ്പം ഇമാമുകളുടെ കിതാബ് നോക്കാൻ അറിയുന്ന പണ്ഡിതന്മാർ, ആഗോള പ്രശസ്തരായ പണ്ഡിതന്മാരും നമ്മുടെ കേരളീയ പണ്ഡിതന്മാരും എക്കാലഘട്ടത്തിലും പറഞ്ഞിരുന്ന ഒരു സ്ഥാനപ്പേരാണ് അബുൽ ഇൽമൈനി എന്നുള്ളത്. അത് ഇക്കാലഘട്ടത്തിൽ മാത്രം നമ്മുടെ തസവൂഫ് സമ്മേളനത്തിൽ മാത്രം പറഞ്ഞതല്ല. എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേര് അറിയുന്നവരൊക്കെ നമ്മളൊക്കെ എത്ര കൊല്ലമായി റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയുന്നു. ജുമാദൽ ഊലയായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയൂലേ? ആ സമയത്തൊക്കെ എത്ര തവണ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്, എത്ര തവണ നമ്മുടെ ഉലമായിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇതിനെ നിഷേധിക്കുന്ന കക്ഷികൾ ലോകത്ത് വേറെ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കുരുവട്ടൂരികളല്ലാതെ? അബുൽ ഇൽമൈനി എന്ന സ്ഥാനപ്പേര് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കക്ഷികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഈ കക്ഷികളല്ലാതെ. ഇവർ തന്നെയും ഇപ്പോഴല്ലേ നിഷേധിക്കുന്നത് അല്ലേ? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരായി അബുൽ ഇൽമൈനി പറയുന്നത്. എത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഏതെങ്കിലും കുരുവട്ടൂരി വാലും പൊക്കി വന്നിരുന്നോ? വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വരാനുള്ള കാരണം എന്താണ്? ഇപ്പം നമ്മുടെ ഉലമാ ഏത് പറഞ്ഞു? നമ്മുടെ ഉലമാ തസവൂഫ് സമ്മേളനത്തിൽ നമ്മുടെ ഉലമാ നേരത്തെ പറയുന്നുണ്ട്. ഇപ്പം തസവൂഫ് സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണത് അതുമായിട്ട് ഇവർ കടന്നു വരുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇത് റിഫായി ഷെയ്ഖ് തങ്ങൾക്ക് ഈ പേരില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു എന്നുള്ളതിൻ്റെ കാരണം. നമ്മുടെ ആലിമീങ്ങളോടുള്ള വെറുപ്പ്, ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത വെറുപ്പ്, ആ വെറുപ്പൊന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതുമായിട്ട് വന്നിട്ടുള്ളത്. അതാർക്കാ തിരിയാത്തത്? നമ്മുടെ കേരളത്തിൽ തന്നെ മഹാന്മാരുടെ കിതാബ് പഠിച്ച എത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയിട്ടില്ലേ? ആ സമയത്ത് ഇവർ മിണ്ടിയിട്ടില്ല അല്ലേ? കേൾക്കും നിങ്ങൾ. 1-2 ഞാൻ സാമ്പിളിന് കാണിച്ചുതരാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അതുപോലെ ധാരാളം വർഷം ഇൽമു പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. ആ മഹാനുഭാവന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് അബുൽ ഫദ്ൽ വാസിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, താൻ 20 വയസ്സാകുന്ന കാലത്ത് തന്നെ മഹാനുഭാവന്മാരായ പണ്ഡിതന്മാരായ ഉസ്താദുമാർ തനിക്ക് എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇജാസത്ത്, അഥവാ 20 വയസ്സാകുമ്പോഴേക്ക് എല്ലാ ഇൽമിലും പരിജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമ്മതം, ഇജാസത്ത് ഉസ്താദുമാർ നൽകി. തന്നെയുമല്ല, ആ മഹാനുഭാവന് ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും 2 ലാഹിറും ബാത്തിനിയുമായ 2 പേരുമുള്ളത് കൊണ്ട് അബുൽ ഇൽമൈൻ, 2 ഇൽമിന്റെയും ഉടമസ്ഥൻ എന്ന ഒരു അപരനാമം കൂടി മഹാനുഭാവന് ഉണ്ടായിരുന്നതായ ചരിത്രം പറയുകയാണ്. കണ്ടില്ലേ? അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേര്, അബുൽ ഇൽമൈൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രഭാഷണമാണ്, ഉലമാഇന്റെ പ്രഭാഷണമാണ്. നമ്മുടെ കേരളത്തിൽ ഇത് കേട്ട് പരിചയമില്ലാത്തവരാരുള്ളത്? അബുൽ അലമൈനി എന്നും അബുൽ ഇൽമൈനി എന്നും റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരുണ്ട് എന്ന് അറിയാത്തവരായിട്ട് ഏതെങ്കിലും സുന്നികളുണ്ടാവോ? എന്നാൽ ഇതിങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിയ ഇൽമുള്ള മഹാനായിരുന്നു എന്നുള്ളത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ജാഹിലീങ്ങൾക്ക് ഇൽമുള്ളവരെ സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ആ ഒരു സഹിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞില്ല. ഒന്നുകൂടി കേൾക്കുക നിങ്ങൾ. ഷെയ്ഖ് റിഫായി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവരുടെ പൂർണ്ണനാമം
അഷ്ശൈഖ് അൽ ഇമാം സയ്യിദ് അബുൽ അബ്ബാസ് അഹ്മദുൽ കബീർ റിഫാഇ അൽ ഹുസൈനി എന്നാണ്. സ്ഥാനപ്പേരുകൾ അബുൽ ഇൽമൈൻ, രണ്ട് ഇൽമിന്റെ ഉടമ. രണ്ട് ഇൽമു പറഞ്ഞാൽ ഇൽമുൽ ലാഹിർ, ഇൽമുൽ ബാത്തിൻ, ഇൽമു ശരിയ, ഇൽമുൽ ഹഖ്, ഇൽമു തരീഖ, ഇതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ, ഷെയ്ഖു ത്വറായിഖ്, അഷ്ശൈഖുൽ കബീർ, ഉസ്താദുൽ ജമാഅ എന്നെല്ലാം അവരുടെ ലഖബ് സ്ഥാനപ്പേരുകളാണ്. കേട്ടില്ലേ? ഇത് PA മുഹമ്മദ് ബാക്കവി മുണ്ടമ്പറമ്പ് വലിയ ആലിമായിരുന്നു, ഫഖീഹായിരുന്നു. അപ്പോൾ ഇമാം റാഫി റളിയല്ലാഹുവിന്റെ കിതാബ്, അതുപോലെ ഇമാം അബുൽ ഹസനുൽ വാസിത്തി തങ്ങളുടെ കിതാബിലൊക്കെ വിശദീകരിച്ചത് കണ്ട് പഠിച്ച നമ്മുടെ പഴയകാല ഉലമാ അവരുടെ പ്രഭാഷണങ്ങളിൽ സ്ഥിരമായി പറയാറുള്ള ലഖബാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾക്ക് എത്ര ലഖബ് അലമുകളുണ്ട്? ഒന്ന് രണ്ടൊന്നുമല്ല. ആ ലഖബ് അലമ് എല്ലാം അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ ലഖബ് അലമ് അബുൽ ഇൽമീൻ എന്ന് പറയുന്ന ലഖബ് അലമ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ധിക്കാരികളാരാണ്? ഈ കുരുവട്ടൂരിയൻ മൗലവിമാർ മാത്രമാണ്. അല്ലാതെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ലോകതലത്തിലോ ചരിത്രത്തിലോ ബഹുമാനപ്പെട്ടവരുടെ ഈ ലഖബ് അലമ് നിഷേധിച്ച ഒരു കക്ഷിയെ കാണാൻ കഴിയില്ല. റിഫാഇ ശൈഖ് റളിയല്ലാഹുവിന്റെ മഹത്വം അംഗീകരിക്കാനുള്ള മടി, റിഫാഇ ശൈഖ് റളിയല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ്, അത് മാത്രമാണ് ഇതിൻ്റെ കാരണം. വളരെ കൃത്യമല്ലേ? ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല, ഒരു സുന്നിയും ഉണ്ടാവില്ല. വഹാബികൾ പോലും ഇതിനെ നിഷേധിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല നൽകിയ വല്ലാത്ത ഒരു സ്ഥാനം, അതാണ് അബുൽ ആലമൈനി എന്ന പേരും അബുൽ ഇൽമൈനി എന്നുള്ള പേരും സുൽത്താനുൽ ആരിഫീൻ അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി സ്ഥാനപേരുകൾ അവർത്തേക്കുണ്ട്. അതെല്ലാം അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അള്ളാഹുവിൻ്റെ മഹാന്മാരോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പ്. ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ ഈ മൗലവിമാർക്ക് ഒരു മടിയും ഇല്ല. അപ്പം അബുൽ ഇൽമൈൻ എന്ന ലഖബ് അലമ് അംഗീകരിക്കാൻ കഴിയാത്ത ഈ മൗലവിമാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള അങ്ങേയറ്റത്തെ ശത്രുതയാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അത്രയേ പറയുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ മഹാന്മാരായ അയിമ്മത്തിൻ്റെ കിതാബുകൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ച പണ്ഡിതന്മാർ, നമ്മുടെ കേരളീയ പണ്ഡിതന്മാരും ആഗോളതലത്തിൽ പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെയും കിതാബുകളും അവരുടെ പ്രഭാഷണങ്ങളും ഞാൻ കേൾപ്പിച്ചു. ഇന്നലെ ഞാൻ കുറച്ച് കിതാബുകൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ചരിത്രം അറിയുന്ന എല്ലാവരും അങ്ങനെയാ പറയാം. എന്നാൽ ചരിത്രവും അറിയൂല, കിതാബും അറിയൂല, അറബിയും അറിയൂല, മലയാളവും അറിയൂല. ജഹാലത്തിൻ്റെ ഐനുകൾ മാത്രമായ ഈ കുരുവട്ടൂരികൾ മാത്രമാണ് അത് നിഷേധിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം എന്താണ്? ദൂറു മഅ ശർഇ ലാ മഅൽ കശ്ഫി ഫഇന്നഹു ഖദ് യുഖ്തിഉ. ശരീഅത്തനുസരിച്ച് ജീവിക്കാവൂ, കശ്ഫനുസരിച്ചല്ല. കാരണം അത് പലപ്പോഴും ഖത വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കശ്ഫുണ്ടാകും. ആ കശ്ഫ് അവരെപ്പോഴാണ് എടുക്കുന്നത്? അത് ശരീഅത്തിന് അനുകൂലമായി വരുമ്പോൾ മാത്രമാണ് ആ കശ്ഫിനെ അവരവലംബിക്കുകയുള്ളൂ. അല്ലാത്തത് കശ്ഫായി വന്നാൽ അവർ ഭയപ്പെടും, അള്ളാഹുവിനോട് തൗബ ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ രീതി. ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യവും ഒരു വലിയും ചെയ്യുകയില്ല എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച വിഷയം നമ്മൾ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമ്മളെ മറ്റേ ചങ്ങയുണ്ടല്ലോ, എന്താണ് ആ ഐനുൽ ജഹാലത്ത് മാത്രം പറയുന്ന അൻവരി മൗലവി, അയാൾ പറയാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ പരീക്ഷിക്കാൻ വേണ്ടി ശൈത്വാൻ വന്നു അല്ലേ? ഒരു ദിവസം യാത്ര പോകുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സമീപത്തേക്ക് പിശാച് വരികയാണ്. ആ സംഭവം ഞാൻ പറയാം. ആദ്യം ഇയാൾ പറയട്ടെ. ഇവർ പറയും, ഷെയ്ഖ് ജീലാനി തങ്ങൾ ചരിത്രത്തിൽ കണ്ടില്ലേ, ഇബ്ലീസ് വന്ന് വെള്ളിപ്പാത്രത്തിൽ ഇതാന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പോടാ എന്ന് പറഞ്ഞു, ഇതാണ് ശരീഅത്ത്. അതിന് മറുവശം എന്താ? എങ്ങനെ അത് ഇബ്ലീസാണെന്ന് ഷെയ്ഖ് ജീലാനി നിങ്ങൾക്ക് മനസ്സിലായി? കശ്ഫിന്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്വീകാര്യമാകുമോ? അപ്പൊ കണ്ടില്ലേ എങ്ങനെയാ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് ഈ വന്നത് ഇബ്ലീസാന്ന് മനസ്സിലായത്? എങ്ങനെയാ മനസ്സിലായത്? അത് കശ്ഫ് കൊണ്ടാണോ?
ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അത് ഇബ്ലീസാണെന്ന് മനസ്സിലായത് ശരീഅത്ത് അറിയുന്നത് കൊണ്ടാണ്. ശരീഅത്തിന്റെ വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്നതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട തബഖാത്തുൽ കുബറയിൽ ആ സംഭവമുണ്ട്. എത്രയോ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷഅറാനി തന്റെ തബഖാത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഷഅറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഷഅറാനി തങ്ങൾ പറയുന്നു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ അനുഭവം വിവരിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു പ്രകാശം, ഒരു നൂറുൻ അലീമുൻ മലഅൽ ഉഫ്ഖ, ചക്രവാളങ്ങൾ നിറയെ ഉള്ള ഒരു പ്രകാശം, ആ പ്രകാശം എൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എന്നെ വിളിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ്, ഞാൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വഖദ് ഹല്ലൽതു ലക്കൽ മുഹറമാത്ത്, ഹറാമുകളൊക്കെ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഫഖുൽതു ഇഖ്സ യാ ലഈൻ, അവൻ ശൈത്താനാണെന്ന് മനസ്സിലായി, ഞാൻ ആട്ടി ഓടിച്ചവനെ. ഫഇദാ ദാലിക നൂറുൽ ദലാം വതിൽക സൂറത്തു ദുഖാൻ, ആ സമയത്ത് അതോടുകൂടെ ഞാൻ ആക്രോശിച്ചതോടുകൂടെ ആ നൂറ് അത് ഇരുട്ടായി മാറി, ആ വരുന്ന രൂപം ഒരു പുകയായിട്ട് മാറി. എന്നിട്ട് എന്നോട് പറഞ്ഞു സുമ്മ ഖാതബനി, എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, യാ അബ്ദുൽ ഖാദിറെ നജൗത മിന്നി ബിഇൽമിക ബിഅംരി റബ്ബിക വഫിഖ്ഹിക ഫി അഹ്വാലി മനാസിലതിക. എന്നോട് എന്താ പറഞ്ഞത്? അബ്ദുൽ ഖാദിറെ, നിങ്ങൾ രക്ഷപ്പെട്ടു, എൻ്റെ വഞ്ചനയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ബിഇൽമിക, നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ ഇൽമു കൊണ്ട്. ബിഅംരി റബ്ബിക, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, ശരീഅത്തിന്റെ കൽപ്പനകൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു. വഫിഖ്ഹിക, നിങ്ങൾക്ക് കർമ്മശാസ്ത്രം നന്നായി അറിയാം, ആ ഫിഖ്ഹ് കൊണ്ടും. ഫി അഹ്വാലി മനാസിലതിക വലഖദ് അദ്ലൽതു ബിമിസ്ലി ഹാദിഹിൽ വാഖിയതി 70 മിൻ അഹ്ലി ത്വരീഖി, ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട 70ഓളം ആളുകളെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഞാൻ പിഴപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഫഖുൽതു, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു, ലില്ലാഹിൽ ഫദ്ലു, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നീ എനിക്ക് ഇൽമു തന്നു, നീ പിശാചിനെ മനസ്സിലാക്കാനുള്ള വിവരം എനിക്ക് തന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഫഖീല ലഹു കൈഫ അലിംത അന്നഹു ശൈത്വാൻ, ആ വന്നത് ശൈത്വാനാണെന്ന് എങ്ങനെയാ ഷെയ്ഖ് തങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായത്? കുരുവട്ടൂരി അൻവരി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിയോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉസ്താദേ നിങ്ങൾക്കത് ശൈത്വാനാണ് എന്ന് മനസ്സിലായത്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബിഖൗലിഹി ഖദ് ഹല്ലൽതു ലക്കൽ മുഹറമാത്ത്, ഹറാമുകളൊക്കെ ഞാൻ ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിൽ ഉണ്ടാവൂല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അങ്ങനത്തെ ഒരു ഘട്ടവും കിട്ടിയിട്ടില്ല. അപ്പോൾ വ്യക്തമാണ്, ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള സംസാരമാണ് ഞാൻ കേട്ടത്. അപ്പോൾ പിന്നെ അത് ശൈത്വാനല്ലാതെ മറ്റാരുമാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പിശാച്ചാണെന്ന് ഉറപ്പിച്ചത്. ശരീഅത്തിന് വിരുദ്ധം പറയുന്ന കുരുവട്ടൂരിയൻ പിശാച്ചുക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ശൈത്വാന്മാരാണ് എന്നത് ശരീഅത്തിന് വിരുദ്ധം നിങ്ങൾ പറയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. മനസ്സിലായോ? ഇങ്ങനെ പച്ചയിൽ ഇമാമുകളുടെ ചരിത്രങ്ങൾ വളച്ചൊളിക്കാണ്. ഇത് ഈ ചരിത്രത്തിൽ എത്ര വ്യക്തമാണ്. ഇത് ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അത് ശൈത്വാനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലേ? അപ്പോൾ വളരെ വ്യക്തമാണ്, ഇമാമുകൾ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങളെ എത്രമാത്രമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കാൻ ഇവരെന്ത് തോന്നിവാസവും പറയും. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ സമീപത്തേക്ക് ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് വരാറുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ സമീപം അന്യ പെണ്ണുങ്ങൾ ഇരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു നൗഷാദ്. ജാഹിലായ നൗഷാദ് അവൻ്റെ തോന്നിവാസങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളുടെ സമീപം വന്ന് എല്ലാവരും പരാതി പറയും എന്നർത്ഥം വരുന്ന മൗലിദിൻ്റെ വരികൾ എടുത്തുകൊണ്ട് അന്യ പെണ്ണുങ്ങളെ അടുത്തിരുത്തുന്നവരാണ് സിയം വലിയുല്ലാഹി തങ്ങൾ എന്ന് തോന്നിവാസം പറഞ്ഞു. ആ തോന്നിവാസത്തിന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കൊട്ടപ്പുറത്ത് വന്നിട്ട് ഈ അൻവരി. മഹാനരായ മടവൂർ ശൈഖുനയുടെ ചരിത്രത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കിയല്ലോ, ലാ ഫർഖ ഫീ ഹദറതിഹി ബൈനൽ റിജാലി വന്നിസാ. ശൈഖുനാന്റെ ഹദറത്തിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരും, അവരുടെ സന്നിധി ഒന്ന് വേറെ തന്നെയാണ്. മസ്ജിദുൻ നബവിയിൽ പല കാലങ്ങളിൽ
അള്ളാന്റെ റസൂലിന്റെ കൂടെ ജമാഅത്തിന് സ്ത്രീകളും ഉണ്ടായിരുന്നല്ലോ. പിന്നീട് റസൂൽ നിയമം മാറ്റി. ഇത് കബളിപ്പിക്കൽ നടത്തിയാണ് മുജാഹിദ് പലതും പറയുന്നത്, അത് വേറെ ഭാഗം. പക്ഷെ പല സമയത്ത് മസ്ജിദ് നബവിക്കുള്ളിൽ തന്നെ സ്ത്രീയും പുരുഷന്മാരുണ്ട്. കണ്ടില്ലെങ്കിൽ നഊദുബില്ല, ഈ മൗലവിമാരുടെ കള്ളശേഖന്മാർക്ക് സ്ത്രീകളെ കൂടെ ഇരുത്തണം, എന്നിട്ട് തോന്നിവാസം നടത്തണം. അതിന് തെളിവുണ്ടാക്കിയാണ് അതിന് ആദ്യം CM വലിയുല്ലാഹി തങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാ കളവ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, സ്ത്രീകൾ പള്ളിയിൽ വരുന്ന ഘട്ടമെപ്പയായിരുന്നു? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരുന്നില്ലേ? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരുന്നില്ലേ? ഈ ഹദീസ് തെളിവ് പിടിച്ചിട്ടാണ് സ്ത്രീകൾ പള്ളിയിൽ വരണമെന്ന് വഹാബികൾ പറയുന്നത്. ആ വഹാബിയുടെ അതേ ആശയമെന്തും തന്നെയല്ലേ ഈ മൗലവിമാർ പറയുന്നത്? വഹാബികൾ അവരുടെ തോന്നിവാസത്തിന് ആ ഹദീസ് തെളിവ് പിടിക്കുമ്പോൾ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര് ഇവരുടെ തോന്നിവാസത്തിന് ഈ ഹദീസ് തെളിവാക്കുന്നു. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമല്ലേ? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നു. അങ്ങനെയുള്ള ചില ഹദീസുകൾ കാണുന്നുണ്ട്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം ഏതെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ വന്നിരുന്നോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരും പെൺകുട്ടികളും അവരിൽ ഒരാളെപ്പോലും ഏതെങ്കിലും ജമാഅത്തിന് വന്നതായിട്ട് ഞാൻ അറിയില്ല എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അൻവരി പറഞ്ഞ ഹദീസ് ഷാഫി ഇമാം കണ്ടിട്ടില്ലേ? മൗലവി ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം പിന്നെ ഒറ്റ സ്ത്രീകളും വന്നിട്ടില്ല. അപ്പൊ ഹിജാബിന്റെ ആയത്ത് വരുന്നതിന് മുമ്പുള്ള അവസ്ഥകൾ, ആ അവസ്ഥ പറഞ്ഞിട്ട്, അഥവാ ഇസ്ലാമിന്റെ തുടക്കകാലമുള്ള അവസ്ഥ പറഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ തെളിവ് പിടിക്കുന്നതിന് താങ്കളുടെ അറിവുകേട് എത്രയാണ് അല്ലേ? മദ്യം പൂർണ്ണമായി നിരോധിക്കുന്നതിന് മുമ്പ് സ്വഹാബത്ത് പലരും മദ്യം രുചിച്ചിരുന്നില്ലേ? അത് ഖുർആനിൽ തന്നെ ഇപ്പോഴും ആയത്തില്ലേ? ആ ആയത്ത് പിടിച്ചിട്ട് താങ്കൾ ഇനി മദ്യം കഴിക്കുമോ? വിവരക്കേടിനുമില്ലേ ഒരു പരിധി? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനി സ്വർണം ധരിക്കൽ, അതിനെക്കുറിച്ച് മൗലവിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ലേഖനം എഴുതിയപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞ് ഓടിയോരായിരുന്നു നൗഷാദ്. ഇപ്പം അതിന് വീണ്ടും പുതിയ വ്യാഖ്യാനവുമായി വന്നിരിക്കുകയാണ് അൻവരി. അല്ല സ്വർണം ധരിക്കാൻ പറഞ്ഞാൽ സ്വർണവും ധരിക്കൂ. അള്ളാഹ്ക്ക് നിങ്ങൾ ശരിയത്ത് അങ്ങോട്ട് എടുക്കാഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് പറയാലോ, മമ്പുറം ഞങ്ങൾ സ്വർണം ധരിച്ചു, നിങ്ങൾക്കത് മനസ്സിലാകണില്ല, നിങ്ങൾക്ക് ഒന്നാലും സഹവ് അല്ലെങ്കിൽ മഹവ്, വാളക്കുളത്തിനാണെങ്കിൽ ഫുള്ള് മഹവ്. അല്ല പറഞ്ഞാൽ അതല്ലേ? ബറാഅ് തങ്ങൾക്ക് റസൂലുള്ള സ്വർണ്ണമോതിരം ധരിപ്പിച്ചു, അല്ല ധരിപ്പിച്ചു തരുന്നു. ഹബീബായ റസൂലുള്ള ഇൽബസ് മാ കസാക്കല്ലാഹു റസൂലു, അള്ളി റസൂലൊക്കെ ധരിപ്പിച്ചു തന്നെ ധരിച്ചോ, സ്വർണ്ണോ വെള്ളിയോ നോക്കണ്ട, അവര് തരുന്നതാണ്. പാച്ചക്കളവല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പ സ്വർണ്ണമോതിരം ധരിച്ചിട്ടില്ല, അവിടുന്ന് സ്വർണം പൂശിയ സീൽ ഉപയോഗിച്ചിരുന്നു. അതാണ് മമ്പുറം തങ്ങളുടെ ചരിത്രത്തിലുള്ളത്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ സംബന്ധിച്ചും എത്ര തോന്നിവാസമാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു തആല ധരിപ്പിച്ചാൽ അത് ധരിക്കാം. എന്നിട്ട് അതിന് തെളിവ് പറയുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഹാബിക്ക് അനുമതി കൊടുത്തു. അത് റസൂലുള്ളാഹിന്റെ മാത്രം ഖുസൂസിയത്തല്ലേ മൗലവി? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും വിവരം കിട്ടും, വഹി കിട്ടും. ആ വഹി അനുസരിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ? ഇന്ന് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടുന്നത് വഹി പോലെ കിട്ടുന്നത് ആർക്കാണുള്ളത്? എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ സംഭവം എടുത്തിട്ടാണോ നിങ്ങൾക്ക് സ്വർണം ധരിക്കാൻ എന്നുള്ളതിന് തെളിവ് പറയുന്നത്? എന്ത് വലിയ തോന്നിവാസങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സകല വിഡ്ഢിത്തങ്ങളും സകല ഭടായികളുമാണ് ഈ മൗലവിമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ഖാസ്വായ അവിടുത്തെ ഖുസൂസിയത്താണത്. അവിടത്തേക്ക് അല്ലാഹു തആല വഹിയിലൂടെ വിവരം കൊടുക്കുന്നു. ആ വിവരം ലഭിക്കുന്നത് തങ്ങൾക്ക് മാത്രമാണ്, അത് വേറൊരാൾക്ക് ആ വിവരം കിട്ടുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി കൊടുത്തത് സബഖക ബിഹാ ഒക്കാഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. ചിലർക്ക് പ്രത്യേകമായ ചില പ്രത്യേകതകൾ റസൂലുള്ളാഹി അനുവദിച്ചു കൊടുക്കുന്നു. റമദാനിൻ്റെ പകലിൽ ഒരു സ്വഹാബി ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫിഖഹിൻ്റെ നിയമം പറയുന്നത് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ഒരു അടിമനെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2 മാസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് അടിമനെ മോചിപ്പിക്കാൻ കഴിയില്ല, 2 മാസം നോമ്പെടുക്കാനും കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തേക്കൂ. അതിന് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ നബിയെ,
നമ്മുടെ ഇരിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഹദിയ വന്നു. ഹദിയ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പാവങ്ങൾക്ക് വിതരണം ചെയ്തേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അയന്ന ചിരിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഈ മദീനയിലെ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണ്, അപ്പം ഞാൻ തന്നെ എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. റസൂലുള്ളാഹി പറഞ്ഞ കൊണ്ടുപോയി നീയും നിന്റെ കുടുംബവും കഴിച്ചേക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാത്രമുള്ള നിയമമാണ്. അത് വെച്ച് വേറൊരാളിലേക്ക് ആ നിയമം ബാധകമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ബാധകമാണ്, അവിടത്തേക്ക് മാത്രം പ്രത്യേകമാണ്. അത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ചെയ്യാൻ നിങ്ങളാരാ മൗലവിമാരെ? എന്തുമാത്രം ദുരന്തമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ശക്തിയുമായി വർത്തിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, അവിടത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈലത്തൂരിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം, ആ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ സ്വന്തം മക്കളെയും ഈ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളാക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ് തൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിരുന്നത്. എനിക്ക് CM വലിയുല്ലാഹി ഉണ്ടായിരുന്നു, അതുപോലെ കോയപ്പാപ്പ ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ മക്കൾക്കിന്നുള്ളത് സുൽത്താനുൽ ഉലമയും അതുപോലെ റഈസുൽ ഉലമയും അടക്കമുള്ള താജുൽ ഉലമ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ. അവിടുത്തെ ജീവിതകാലത്ത് അവിടുന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെതായി എടുത്ത മുഴുവൻ മെമ്പർഷിപ്പും ഇന്നും സൂക്ഷിപ്പിരിപ്പുണ്ട്. അത്ര ആദരവോടെ കണ്ടിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം നൗഷാദ് കുറച്ച് ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവരികയാണ്. എന്താണ്? നൗഷാദിനെ വിളിച്ചു, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ തങ്ങളുപ്പാപ്പ ചീത്ത പറയുന്നു. ചീത്ത പറഞ്ഞിട്ട് നൗഷാദിനോട് അവരുടെ കുറ്റവും കുറവും പറയുന്നു, ഈ പ്രസ്ഥാനത്തെ മോശമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നൗഷാദ് ചില ഓഡിയോ ക്ലിപ്പുകൾ വ്യാജ്യമായി നിർമ്മിച്ചു കൊണ്ടുവരികയാണ്. അപ്പം നമ്മളത് പിടികൂടി പറഞ്ഞു, മൗലവി, ഈ കാലഘട്ടത്തിൽ വ്യാജ ക്ലിപ്പുണ്ടാക്കാൻ ആർക്കാ കഴിയാത്തത്? എന്തല്ല വീഡിയോ ഉണ്ടാക്കാൻ വരെ കഴിയും. ഇന്നത്തെ ഈ AI കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചപ്പോൾ മൗലവിൻ്റെ വെല്ലുവിളി, എന്നാൽ ധൈര്യമുണ്ടോ? അത് പരിശോധിക്കാം, നമുക്ക് അത് ആരുടെ വോയിസാന്ന് പരിശോധിക്കാം. മൗലവി, ആ പരിശോധനയ്ക്കല്ല പ്രസക്തി. തങ്ങളുപ്പാപ്പ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകും. താങ്കളുടെ ഈ ബിദ്അത്തിലേക്കുള്ള പോക്ക് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടാകും വിളിച്ചുകൊണ്ട്. അങ്ങനെ പല സമയത്തും കോൾ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ട്. അങ്ങനെ പലരും നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രബോധനം നടത്തിയിട്ട് ഈമാൻ കിട്ടിയിട്ടില്ല അബൂലഹബിനും അതുപോലെ തന്നെ അബൂജഹലിനൊന്നും. അതുപോലെ നമ്മുടെ ആലിമീങ്ങളൊക്കെ നിങ്ങളെ ഉപദേശിച്ചിട്ടും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയില്ല, തെറിച്ചുപോയി. അങ്ങനെയുള്ള കോളുകളിൽ നിന്ന് തങ്ങളുപ്പാപ്പാൻ്റെ ചില വോയിസുകൾ അവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, അതിൻ്റെ സ്ഥാനത്തേക്ക് നിൻ്റെ വോയിസ് ചേർത്ത് കൊടുത്തു. അങ്ങനെ ചില വ്യാജമായ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം ഇവിടെ കൊണ്ടുവന്നാൽ അത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൽ സത്യമുണ്ട് എന്ന 1% വിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തങ്ങളുപ്പാപ്പായുടെ ഹയാത്ത് കാലത്ത് അത് പുറത്തുവിട്ടില്ല എന്ന പ്രസക്തമായ ചോദ്യം ഞാൻ ചോദിച്ചില്ലേ? എന്തേ അത് പുറത്തുവിടാതിരുന്നത്? അത് നൗഷാദിനറിയാം, അത് പുറത്തുവിട്ടാൽ തങ്ങളിൽ നിന്നെ വെറുതെ വിടൂലാന്ന് അല്ലേ? ഇത് ആർക്കുണ്ടാക്കടോ? ഞാൻ ഈ പ്രസംഗത്തിന് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൂടെ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ്, ഒരു ഫോൺ റെക്കോർഡ്, തങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾ കൊട്ടപ്പുറം പരിപാടിക്ക് ശേഷം എന്നെ വിളിച്ചതാക്കിയിട്ട് ഞാനുണ്ടാക്കി, അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ സ്വന്തം കയ്യിലുള്ള ഫോണിലൂടെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നമ്മുടെ ഉലമാ സാദാത്യങ്ങൾ, അവർ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ച പല ഫോൺ കോളുകളും അതിനെ പല കഷ്ണങ്ങളാക്കി വെട്ടിമാറ്റി ഇതുപോലെ വ്യാജമായി നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. അതൊന്നും ഒരു പ്രശ്നമല്ല. അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ സമൂഹം അത് ചവറ്റുകൊട്ടയിലേക്ക് തള്ളും. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്ന് കേൾക്കി. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. തങ്കബാബ തിരക്കിലാണോ? വാളക്കുളാണ്. മോനെ പറയ്.
തിരക്കിലൊന്നല്ലല്ലോ തങ്ങളെ? അല്ല അല്ല, റാഹത്തല്ലേ? റാഹത്താണ് അൽഹംദുലില്ലാ. ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ. ഞാൻ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞു. നൗഷാദ് ഇന്നലെ കൊട്ടപ്പുറത്തായിരുന്നു തങ്ങളെ? എനിക്കറിയില്ല. ഇന്നലെ കൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കാതിരിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ അറിയല്ലോ. അപ്പം നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൽമീനൊക്കെ. ഇപ്പം അബുൽ ഇൽമീനുമായി ബന്ധപ്പെട്ടാണല്ലോ വിവരമില്ലാത്ത ജാഹിലീങ്ങളെ. ഈ ഷെയ്ഖിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരുണ്ടല്ലോ ഇമാമുകൾ പറഞ്ഞത്. പറയുന്നതൊക്കെ പൊട്ടത്തരാണെന്ന് നൗഷാദിനെ തന്നെ അറിയാം, അവൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ജഹാലത്തിൽ ഉറക്കും. മഹാന്മാരോടുള്ള വെറുപ്പുണ്ടേനെ. തങ്ങൾ പറഞ്ഞ കാട്ടുകള്ളൻ സുക്കൂത്തിലാണ്. അതെ 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 അതെ. കിതാബിയായി മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു നിലയ്ക്ക് പറയാൻ കഴിയുമെങ്കിൽ അയാൾ പറയേണ്ടതല്ലേ? ആവശ്യമായ തോതിൽ യൂട്യൂബിലൂടെ നമുക്കിങ്ങനെ പറയാമല്ലോ അല്ലേ നൗഷാദിനെതിരെ? ഒരു നിലക്കുമുള്ള ഒരു വിശ്വസ്തയും നൗഷാദിന് ഇല്ലല്ലോ. അതെ അതെ, പച്ചക്കളവ് പറയാൻ ഒരു നാണവുമില്ല. ഇപ്പൊ തങ്ങപ്പാപ്പാന്റെ പേരിൽ തന്നെ എന്തെല്ലാം കളവുകളാണ് അവൻ പറയുന്നത്. അവനെ തങ്ങൾ വിളിച്ചു എന്നും സമസ്തയിലെ പണ്ഡിതന്മാർക്കെതിരെ തങ്ങപ്പാപ്പ അവനോട് പലതും പറഞ്ഞു എന്നും അങ്ങനെ ഒരുപാട് കളവുകൾ. തങ്ങപ്പാപ്പ സമസ്തക്കെതിരാണ് എന്നാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു തങ്ങപ്പാപ്പ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പറഞ്ഞ്. ഇങ്ങനെയുള്ള ഉഡായിപ്പൊന്നും നടക്കൂല എന്ന് ഞാൻ പറഞ്ഞു. കുരുവട്ടൂരിസം ശരിയാണെന്ന് തങ്ങപ്പാപ്പ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തങ്ങപ്പാപ്പ അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല കുരുവട്ടൂരിസം ബാത്തിലാണെന്ന് തങ്ങളാണ് പറഞ്ഞത്. പറയണ്ടെന്ന് ഒരാളോട് പറയാൻ അധികാരം എനിക്കില്ല, ഒരാൾക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്. പറയണ്ടോ? അതെ, നമ്മൾ ഈ സുന്നത്ത് ജമാഅത്ത് പറയുന്നത് ഒന്ന് നിർത്തി കിട്ടണം, അതിന് തങ്ങൾ പാപ്പനെ പോലുള്ള അവർ പറയണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള വ്യാജം പ്രചരിപ്പിക്കുകയാണ്. അതിന് നല്ല മറുപടി നമുക്ക് നൗഷാദിന് കൊടുക്കണമല്ലോ അല്ലേ? അതിന് മറുപടി പറഞ്ഞാൽ ശരിക്കും അവർ വിചാരിച്ച് ഇങ്ങനെ കളവ് പറഞ്ഞാൽ നമ്മളിത് നിർത്തുന്നതാണ്. തങ്ങളിപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എന്നുള്ള ആൾക്കാർ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള നിലക്കല്ലേ? അവരെ അടിവേരറുക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് മറുപടി തന്നെ ധാരാളമാണ്. എന്നാ വെക്കട്ടെ, തങ്ങൾ ദോരക്കുന്നാല്. അത് വേണമെന്നില്ല, തങ്ങപ്പാപ്പ ആണ് വിളിക്കണ്ടേ. ഇൻഷാ അല്ലാ തങ്ങൾ ഇങ്ങനെ ദോരന്നാൽ മതി. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇങ്ങനെ ഫോൺ കോള് വ്യാജമായിട്ടുണ്ടാക്കാൻ ഈ കാലത്ത് ഒരു പണിയുമില്ല. ഇത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫോണിൽ വെച്ചുണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഈ കുരുവട്ടൂരികൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും ഫോൺ കോൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല ആർക്കും. ഞങ്ങളുടെ പ്രവർത്തകർ ഈ സൈബർ രംഗത്തും അതുപോലെ ഈ ടെക്നിക്കൽ രംഗത്തും എത്ര കഴിവുള്ളവരുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഉണ്ടാക്കാം, ഫോണും വീഡിയോ അടക്കം ഉണ്ടാക്കാം. നൗഷാദ് മറ്റേ കോമാട്ടുചാലിൽ അബ്ദുള്ളക്കെതിരെ പറയുന്ന ഫോൺ കോൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയൂലേ? പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല. അതേ സമയത്ത് നൗഷാദ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഫോൺ കോളൊക്കെ ഇതുപോലത്തെ വ്യാജമായി നിർമ്മിച്ചതാണ്. ഇത് തങ്ങളുപ്പാപ്പ എപ്പോഴോ വിളിച്ചിട്ടുണ്ടാകും ഇവൻ ഉപദേശിക്കാൻ. അങ്ങനെ പലപ്പോഴും പല ഘട്ടങ്ങളിലായി വിളിച്ച ഫോൺ കോളിൻ്റെ ക്ലിപ്പുകൾ കഷ്ണങ്ങൾ അവിടുന്ന് ഇവിടുന്ന് മുറിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ കൂടെ ഇവൻ്റെ വോയിസും കൂടി കയറ്റി കൊടുത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു 2-3 മിനിറ്റ് പോരെ? ഈ സാധനങ്ങളൊക്കെ ഈ ചപ്പ് ചവറുകളൊക്കെ കൊണ്ടുവന്ന് ഇനി ഫോൺ കോൾ എന്ന് പറഞ്ഞ ഒരു സാധനറ്റും കൊണ്ട് വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ ഇവർ വലിയ സംഗതിയായിട്ട് കൊണ്ടുവരുന്നതാണ് ഫോൺ കോള്, വോയിസ് റെക്കോർഡ്, വീഡിയോകൾ. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുത്തെ ഹയാത്ത് കാലത്ത് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ കൃത്യമല്ലേ? അത് തങ്ങളുപ്പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് പറഞ്ഞതാണ്. ആ ക്ലിപ്പ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് കേൾക്കട്ടെ ആദ്യം. അല്ല ഇപ്പൊ പറഞ്ഞതായിട്ട് തന്നെ ഒരു ഇതുണ്ടായാല് അല്ല, അത് ഞാൻ അവരോട് ഇന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും ക്രിസ്ത്യൻസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ കാട്ട് കള്ളനാണ്. അതിന് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫീസ് കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്. കണ്ടില്ലേ? ഇത് തങ്ങളുടെ ഹയാത്ത് കാലത്ത് പുറത്തു വന്നതാണ്.
അപ്പോൾ ശരിയായ ഒറിജിനൽ സാധനമാണെങ്കിൽ ഹയാത്ത് കാലത്ത് തന്നെ പുറത്തു വരും. ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷം ഇതുപോലെ വ്യാജമായി ഉണ്ടാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാ ക്ലിപ്പുകളും എല്ലാ വ്യാജങ്ങളും കബളിപ്പിക്കലും വഞ്ചനയും ഈ മൗലവിമാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വഞ്ചനകളെ കൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കളയാമെന്ന ഒരു ധാരണ നൗഷാദെ താങ്കൾക്കുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റിവെച്ചേക്കൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വ്യാജന്മാരുടെ ഷർറിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.